ഹായ് വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്നൊരു പുതിയ സബ്ജക്റ്റോടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റിന്റെ കോഡ് വരുന്നത് GNEST 305. ഓക്കെ, അപ്പം എന്താണ് ഡാറ്റാ സയൻസ്, എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എന്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഡാറ്റാ സയൻസിന് ഇപ്പം ഇൻഡസ്ട്രിയിൽ വളരെയധികം ഡിമാൻഡ് വരുന്നത് അല്ലെ? ഇന്ന ഇൻഡസ്ട്രി എന്നില്ല അല്ലെ, മീൻസ് ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാൽ ഇപ്പൊ ടെക്നിക്കൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഈവൻ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ ആൻഡ് ഇ കൊമേഴ്സ് ആയിക്കോട്ടെ, ഡാറ്റാ സയൻസ് വിത്ത് AI വളരെയധികം ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? എന്താണ് മീൻസ് കറന്റ് ഡാറ്റാ സയൻസിന്റെയും എയുടെയും ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ ഇപ്പോൾ ഒരു മ്യൂസിക് ഒക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് അല്ലെ? യൂട്യൂബ് നമ്മൾ സെർച്ച് ചെയ്തതിന് റിലേറ്റ് ആയിട്ട് കുറച്ച് റെക്കമെൻഡേഷൻ തരും അല്ലെ? ഈ റെക്കമെൻഡേഷൻ അതായത് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത മ്യൂസിക്കിനായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും അല്ലെ? സെയിം തീം ആയിരിക്കും. എന്നാൽ പോകെ നമ്മൾ ഓരോ തവണ യൂസ് ചെയ്ത് കഴിയുമ്പോഴും യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെ? ആ റെക്കമെൻഡേഷൻ നമ്മൾ എങ്ങനെയായത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലായിരിക്കും അവരുടെ റെക്കമെൻഡേഷൻ വരുന്നത് അല്ലെ? എങ്ങനെയാണ് യൂട്യൂബിന് നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അല്ലെ? അവിടെയാണ് ഡാറ്റാ സയൻസിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഡാറ്റ സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്ലൈയിങ് സയൻസ് ഓൺ ഡാറ്റ, അതായത് ഡാറ്റയുടെ മേലെ നമ്മൾ ശാസ്ത്രം കൊടുക്കുക. ഡാറ്റ എന്താണ്? ഡാറ്റ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് റെക്കോർഡ്സ് അല്ലെ? അതായത് ഇപ്പോൾ എൻ്റെ ഒരു സബ്ജക്ട് ഓഫ് സ്റ്റഡി എന്താണ്? ഇപ്പോൾ ഞാനാണ് യൂട്യൂബിന്റെ സബ്ജക്ട് ഓഫ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെർച്ചിങ് ആയിരിക്കും അവരുടെ ഡാറ്റ അല്ലെ? എൻ്റെ സെർച്ച് ഹിസ്റ്ററി അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണോ സെർച്ച് ചെയ്യുന്നത് അതൊക്കെ ആയിരിക്കും അവരെ എന്താ പറയുക ഡാറ്റ എന്ന് പറഞ്ഞത് അല്ലെ? ഈ ഒരു എൻ്റെ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മൾട്ടിപ്പിൾ ഓഫ് യൂസേഴ്സ് ഉണ്ടാവും അല്ലെ? ഇവരുടെ എല്ലാം ഡാറ്റാ സെറ്റ് അവരുടെ കയ്യിലുണ്ടാവും. ഈ ഒരു ഡാറ്റാ സെറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? ഞാൻ ഏത് കാറ്റഗറി ഓഫ് സൈക്കോളജിയിൽ പെടുന്ന ആളാണ് അല്ലെ? അപ്പം ഏതൊക്കെ ഒരു തരത്തിലായിരിക്കും എനിക്ക് എന്താ പറയുക റെക്കമെൻഡേഷൻ, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ് എന്തായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും, അത് വെച്ചിട്ട് അവർക്ക് എളുപ്പം എന്ത് ചെയ്യുക, എന്നെ മാർക്കറ്റിങ്ങിന്റെ ഒരു പ്രൊഡക്റ്റായി മാറ്റാൻ അവർക്ക് സാധിക്കും അല്ലെ? ഇതാണ് അതിൻ്റെ ഒരു ബേസിക് അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഡാറ്റാ സയൻസിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും കോമൺ ആയിട്ട് കുറച്ചു മാത്സ് ആൻഡ് എന്താ പറയുക സയന്റിഫിക് അപ്രോച്ച് ഉണ്ട് അല്ലെ? അപ്പം അവിടെയാണ് ഇവർ തമ്മിൽ ഒരു കണക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡാറ്റാ സെറ്റിന്റെ മേലെ അല്ലെ, ഡാറ്റാ സെറ്റിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈയിങ് സയൻസ്, അതായത് മാത്സ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, ഈവൻ സയന്റിഫിക് അപ്രോച്ച് ഓൺ ഗെറ്റിംഗ് നോളജ് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് നോളജ് ഓർ എന്താ പറയുക ഇൻസൈറ്റ്സ് ഫ്രം ദ ഡാറ്റ. അതായത് ഡാറ്റയിൽ നിന്ന് നമുക്ക് യൂസ്ഫുൾ ആയ എന്താ പറയുക നമുക്ക് യൂസ്ഫുൾ ആയ നോളജ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഡാറ്റാ സയൻസ് പറയാം അല്ലെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നോ, അതായത് എന്താ പറയുക നമ്മൾ അപ്ലൈ ചെയ്ത നോളജ് വെച്ച് നമുക്ക് ഒരു ഈസിലി ഒരു പുതിയ ഒരു ഭാവി പ്രിഡിക്റ്റ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു കണക്ഷൻസും റിലേഷൻസ് പറഞ്ഞാൽ വളരെ അധികം വരുന്നതാണ്. നമുക്ക് കുറച്ചും പാടി കൂടും നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിലബസിലേക്ക് ഒന്ന് കടക്കാം. ഓക്കെ, അപ്പം നമ്മൾ സിലബസ് വരുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഓക്കെ, അപ്പം എന്താണ് മെഷീൻ ലേണിംഗ്? ഓക്കെ, അതായത് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഫീൽഡാണ്. ആ ഫീൽഡ് എന്താ ചെയ്യുന്നത്? അതായത് ഡാറ്റാ സയൻസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഹെൽപ്പിംഗ് വിത്ത് ഡാറ്റ അല്ലെ? AI എന്താ പറയുക ഡാറ്റ പാർട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ? ഒരു ഡാറ്റയിൽ നിന്ന് ലേൺ ചെയ്യുന്നതൊക്കെ മെഷീൻ ലേണിംഗ് പാർട്ടാണ്. അത് എന്താ ചെയ്യുക, നമ്മൾ സിലബസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ ബേസിക്സ് ഓഫ് ദ മെഷീൻ ലേണിംഗ്, അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് മെഷീൻ ലേണിംഗ് അപ്രോച്ച് ഓഫ് ഡാറ്റ അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് അപ്രോച്ചിനെ പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഫുള്ള് പഠിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് ദ AI ആൻഡ് ഡാറ്റാ സയൻസ്, അതായത് മാത്സ് എങ്ങനെയാണ് ഡാറ്റാ സയൻസിനും AI ഹെൽപ്പ് ചെയ്യുന്നത്. തേർഡിൽ വരുന്നത് പ്രോബബിലിറ്റി ഇൻ ഡാറ്റ, അതായത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ AI ആൻഡ് ഡാറ്റാ സയൻസ് അല്ലെ? ഡാറ്റാ സയൻസിൽ എന്താ പറയുക ഇത് പ്രോബബിലിറ്റി സ്റ്റാറ്റിക്കൽ അപ്രോച്ച് എങ്ങനെ വരുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് ബേസിക്സ് ബി ഉണ്ട് ഇവിടെ. ഓക്കെ, ബേസിക്സ് ഓഫ് ഡാറ്റാ സയൻസ് അല്ലേ? ലാസ്റ്റ് മൊഡ്യൂൾ 4 നമ്മൾ ഡാറ്റാ സയൻസിനെ പറ്റി ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും ഇതിലുണ്ടാവുക. എന്നാലും എന്താ പറയുക ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളിപ്പം ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പം വേറെ ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പക്ക ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു കോർ ബേസിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്കൊരു സിലബസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സിലബസിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് ഡാറ്റാ സയൻസ് ആൻഡ് AI അപ്ലൈഡ് വരുന്നത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷനിൽ റീറ്റെയിൽ ആൻഡ് ഇ കൊമേഴ്സ്. ഓക്കെ, ഈ റീറ്റെയിൽ ആൻഡ് ഇ കൊമേഴ്സിൽ ഡാറ്റാ സയൻസ് വിത്ത് AI എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്.
റെക്കമെൻഡേഷൻ സിസ്റ്റംസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ വെച്ചത് ആമസോൺ ആയിക്കോട്ടെ, നെറ്റ്ഫ്ലിക്സ്, ഫ്ലിപ്കാർട്ട് സജസ്റ്റ് പ്രൊഡക്ട്സ് ബേസ്ഡ് ഓൺ അവർ ബിഹേവിയർ. അതായത് നമ്മളെ ബിഹേവിയർ അനുസരിച്ചിട്ട് അവർക്ക് അവരൊരു മീൻസ് എന്താ പറയുക, നമുക്ക് റെക്കമെൻഡ് മീൻസ് പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമ്മൾ വാങ്ങാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുക ചെയ്യുക അല്ലേ. പിന്നെ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ, അതായത് ഡാറ്റ സയൻസ് ഹെൽപ്പ് സെഗ്മെൻറ്റ് യൂസേഴ്സ് ടു പ്രൊവൈഡ് ടാർഗറ്റഡ് ഓഫേഴ്സ് അല്ലേ. അതായത് നമ്മൾ ഏതൊരു മീൻസ് കസ്റ്റമർ കാറ്റഗറിയിലാണോ വരുന്നത് അത് വെച്ചിട്ട് നമുക്ക് അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ അവർക്ക് കഴിയും. പിന്നെ ഇൻവെൻട്രി മാനേജ്മെന്റ്, AI പ്രെഡിക്ട്സ് പ്രൊഡക്ട്സ് ഡിമാൻഡ് ടു മാനേജ് സ്റ്റോക്ക് എഫിഷ്യൻസി. അതായത് അവരെ ഇൻവെൻട്രി, അതായത് അവരെ എന്താ പറയുക സ്റ്റോക്ക് പ്രഡിക്ഷനിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെയധികം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാറ്റ് ബോട്ട് ഫോർ കസ്റ്റമർ സർവീസ് ഓട്ടോമേറ്റ്സ് റെസ്പോൺസസ് ആൻഡ് ഹാൻഡിൽസ് ഫോർ യൂസർ ക്വയറീസ്. ഓക്കെ, അതായത് എന്താ പറയുക മീൻസ് കസ്റ്റമേഴ്സ് കുറച്ചും കൂടി അഡ്വാൻസ് ആക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഓട്ടോമേറ്റ്സ് റെസ്പോൺസസ് ആൻഡ് ഹാൻഡിൽസ് യൂസർ ക്വയറീസ്. അതായത് എന്താ പറയുക നമ്മളെ മീൻസ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളെ കസ്റ്റമർ കെയറും കാര്യങ്ങളൊക്കെ അവർ ഒരു എന്താ ആർട്ടിഫിഷ്യൽ AI ടൂൾസ് അല്ലെങ്കിൽ AI ഏജൻസി വെച്ചിങ്ങാണ്ട് അവർക്ക് ഓട്ടോമാറ്റിക് ആക്കാൻ കഴിയും. പിന്നെ വരുന്നത് സോഷ്യൽ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. അതായത് സോഷ്യൽ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന ഫീൽഡിൽ എങ്ങനെയാണ് ഡാറ്റ സയൻസിൻ്റെയും ആപ്ലിക്കേഷൻ വരുന്നത് വെച്ചാൽ കണ്ടന്റ് പേഴ്സണലൈസേഷൻ. അതായത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാസ്, ടിക്ടോക്ക് അതായത് നമ്മളെ ഇൻട്രാക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് തരാൻ ഈ ഒരു ഡാറ്റ സയൻസിന്റെ ഹെൽപ്പോട് കൂടി കഴിയും. പിന്നെ വരുന്നത് ഇമേജ് ആൻഡ് സ്പീച്ച് റെക്കഗ്നേഷൻ. AI ഐഡന്റിഫൈസ് ഫേസസ്, ഫേസ് ID ഓർ വോയിസ് കമാൻഡ്സ് അല്ലേ. അതായത് നമ്മളെ എന്റർടൈൻമെന്റ്സിലൊക്കെ നമ്മളെ ഫേസ് ID ലോക്കിനൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫേക്ക് ന്യൂസ് ഡിറ്റക്ഷൻ, ഡാറ്റ സയൻസ് ഹെൽപ്സ് എ ഫ്ലാഗ് ഫാൾസ് കണ്ടന്റ് യൂസിങ് പാറ്റേൺസ് ഇൻ ദ ഡാറ്റ. അതായത് ഡാറ്റയിൽ വരുന്ന ഫേക്ക് ഏതാണോ യൂസ് ഏതാണെന്നുള്ളത് ഈസിലി ക്ലാസിഫൈ ചെയ്യാൻ AI ഒരു അപ്ലിക്കേഷൻ ആണ് അല്ലേ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് ആൻഡ് കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ്, അതായത് പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ്. ഓക്കെ, നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്. ഇത് ഞാൻ പക്ക ബേസിക് ആയ അപ്ലിക്കേഷൻ എടുത്തതാണ്, അതായത് നമ്മൾക്ക് ഈസിലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട് യൂസ് AI algorithms to analyze user behavior and suggest products. Okay, പിന്നെ കസ്റ്റമർ സെഗ്മെന്റേഷൻ, ഡാറ്റ സയൻസ് ഹെൽപ്പ് ബിസിനസ് സെഗ്മെന്റ് കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ പർച്ചേസിംഗ് പാറ്റേൺസ്, ഡെമോഗ്രാഫിക്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് വേറെ ഒന്നല്ല, അതായത് ജസ്റ്റ്. പിന്നെ ചാറ്റ് ബോട്ട് ആൻഡ് വെർച്വൽ അസിസ്റ്റൻസ് ടൂൾസ് ലൈക്ക് ChatGPT, Google Dialog Flow ആൻഡ് Meta AI പ്രൊവൈഡ് 24/7 കസ്റ്റമർ സപ്പോർട്ട്. ഓക്കെ, അതൊരു ജസ്റ്റ് ഒരു നല്ലൊരു അപ്ലിക്കേഷൻ. അതായത് കസ്റ്റമർ കെയറിൻ്റെ ഇതൊക്കെ നമുക്ക് വിത്ത് ഹെൽപ്പ് ഓഫ് AI നമുക്ക് 24/7 നമ്മളെ എന്താ പറയുക കസ്റ്റമർ കെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. സെന്റിമെന്റ് അനാലിസിസ്, അതായത് കമ്പനീസ് ട്രാക്ക് കസ്റ്റമർ റിവ്യൂസ് ആൻഡ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് പബ്ലിക് പെർസിപ്പിറ്റേഷൻ. സെന്റിമെന്റ് അനാലിസിസ് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതായത് നമ്മൾ അവരുടെ പ്രൊഡക്റ്റിന് അവരുടെ സർവീസിനോട് ഹാപ്പിയാണ്, ഐ മീൻസ് അവരുടെ എന്താ പറയുക സർവീസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, ഇതൊക്കെ നമ്മുടെ എന്താ പറയുക ഓരോ മീൻസ് നമ്മൾ ഓരോ യൂസേജ് അനുസരിച്ചിട്ട് ഈസിലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI എന്താ പറയുക ഓരോ മീൻസ് ഓരോ കമ്പനീസിനും അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിക്കും സാധിക്കും. പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, വാട്ട് ഇറ്റ് ഡസ്. അതായത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക വോയിസ് അനുസരിച്ചിട്ട് മീൻസ് നമ്മുടെ വോയിസ് അനുസരിച്ചിട്ട് ടെക്സ്റ്റ്, അതായത് നാച്ചുറൽ ലാംഗ്വേജ്, അതായത് നമ്മളെ ഹ്യൂമൻസ് വോയിസ് വെച്ചിട്ട്, അതായത് ഹ്യൂമൻസ് ലാംഗ്വേജ് വെച്ചിട്ട് ഈസിലി എന്താ പറയുക നമ്മൾ എന്താണ് പറയുന്നത് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാനും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് സാധിക്കും. അതായത് എന്താ പറയുക ഇപ്പോൾ ഡബ്ബിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ സ്പീച്ച് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വോയിസ് കമാൻഡ്സ് കൊടുക്കാനൊക്കെയാണ് ഈ ഒരു NLPയിൽ വരുന്ന അപ്ലിക്കേഷൻസ്. പിന്നെ എന്താ പറയുക റെക്കമെൻഡേഷൻ സിസ്റ്റം, യൂസർ ബിഹേവിയർ അനലിറ്റിക്സ്, അത് നമ്മൾ പിന്നെ അടുത്തത് വരുന്നൊരു മെയിൻ ഇത് വരുന്നുണ്ട്, അതായത് ബിസിനസ് അനലിറ്റിക്സ്. ഓക്കെ, ബിസിനസ് അനലിറ്റിക്സ് അതായത് അത് ഏറ്റവും മോസ്റ്റ് പോപ്പുലറായ ഒരു അപ്ലിക്കേഷൻ ആണ്. അതായത് നമ്മുടെ ഒരു ഇത്രയും കാലത്ത് നമ്മൾ ബിസിനസിന്റെ ട്രാക്ക് അനുസരിച്ചിട്ട്, അതായത് ബിസിനസിന്റെ പെർഫോമൻസ് ഒക്കെ അനുസരിച്ചിട്ട് ഒരു എന്താ പറയുക ഒരു 10-15 വർഷം കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് എത്രത്തോളം മീൻസ് ഡെവലപ്പ് ആവും, അല്ലെങ്കിൽ എത്രത്തോളം കൊളാപ്സ് ആവും എന്നുള്ളത് ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഡാറ്റ സയൻസ് കൊണ്ട് നമുക്ക് ഹെൽപ്പ് സാധിക്കും. അതായത് എന്താ പറയുക ഇനി ഏതൊക്കെ ഭാഗത്താണോ മീൻസ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത്, അങ്ങനെ ഒരു എന്താ പറയുക ഒരു നോളജ് അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡ് ലഭിക്കാനും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡാറ്റ സയൻസ് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പം ഹിസ്റ്ററി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ഇനി നമ്മൾ എന്ത് ചെയ്യുക സിലബസിലേക്ക് കടക്കുകയാണ്. അതായത് എന്താ പറയുക നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു AI കടക്കുകയാണ്. അപ്പം നമ്മൾ
മീൻസ് ഈ എയുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പം അറൌണ്ട് 1940s മീൻസ് ഒട്ടുമിക്ക സയൻറ്റിസ്റ്റുകളും ട്രൈ ചെയ്യുന്ന ഒരു അപ്രോച്ച് ആയിരുന്നു എങ്ങനെയെങ്കിലും മീൻസ് ഒരു മെഷീൻസിന് എന്താ പറയുക ഇൻ്റലിജൻറ്റ് കപ്പാസിറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയ മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ. എന്നാലും മീൻസ് ധാരാളം അപ്രോച്ചസ് മീൻസ് ധാരാളം എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് അപ്രോച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിലും വൈഡ്ലി അക്സെപ്റ്റ് ആയ 2 അപ്രോച്ചാണ് ഞാൻ അവിടെ പറയുന്നത്. മീൻസ് വൈഡ്ലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട 2 എന്താ പറയുക അപ്രോച്ച് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. ഈ 1915 അലൻ ട്യൂറിങ്ങിന്റെ ട്യൂറിംഗ് ടെസ്റ്റ് എന്നൊരു അപ്രോച്ച്. അതായത് in 1915 അലൻ ട്യൂറിംഗ് പബ്ലിഷ്ഡ് എ പേപ്പർ കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് ഇൻ വിച്ച് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ട്യൂറിംഗ് ടെസ്റ്റ് അല്ലെ. അദ്ദേഹം ഈ ട്യൂറിംഗ് ടെസ്റ്റ് എന്നത് എന്തിനാ, ഇത് ഒരു അദ്ദേഹത്തിന്റെ എന്താ പറയുക പേപ്പർ പ്രസന്റേഷനിൽ കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് ആൻഡ് എന്ന ഒരു പേപ്പർ പ്രസന്റേഷനിൽ അദ്ദേഹം ട്യൂറിംഗ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് എന്താ ചെയ്യുന്നത് മീൻസ് ടു ഇവാലുവേറ്റ് മെഷീൻസ് എബിലിറ്റി ടു എക്സിബിറ്റ് ഇന്റലിജന്റ് ബിഹേവിയർ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ഹ്യൂമൻസ്. അതായത് ഒരു മീൻസ് മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ഒരു ഇന്റലിജന്റ് ബിഹേവിയർ കമ്പ്യൂട്ടറിന് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഉണ്ടോ ഇല്ല എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു ട്യൂറിംഗ് ടെസ്റ്റിംഗ് അദ്ദേഹം രൂപകൽപ്പന ചെയ്തത് അല്ലെ. എന്നാൽ എന്താ പറയാ മീൻസ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്നത്, അതായത് എയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ മെക്കാർട്ടി എന്നൊരു അമേരിക്കൻ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ബിക്കോസ് ഹി വാസ് അദ്ദേഹമാണ് ഫസ്റ്റ് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വേർഡ് അല്ലെ ടേം ഫസ്റ്റ് യൂസ് ചെയ്തത്. അതെങ്ങനെ ഈ 1956 ദാറ്റ് വേർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ ജോൺ മെക്കാർട്ടി അറ്റ് ഡാർട്ട്മൗത്ത് കോൺഫറൻസ്. അതായത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു സമ്മർ കോൺഫറൻസ് ആയിരുന്നു ഈ ഡാർട്ട്മൗത്ത് കോൺഫറൻസിലാണ് അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടേം എന്ന വേർഡ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത്. അതായത് എന്നിട്ട് അദ്ദേഹം ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് ദ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓഫ് മേക്കിംഗ് ഇന്റലിജന്റ് മെഷീൻസ്. അതായത് ഇന്റലിജന്റ് മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്താ പറയുക ബിഹൈൻഡ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബിഹൈൻഡ് മേക്കിംഗ് ഇന്റലിജന്റ് മെഷീൻസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആക്ച്വൽ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ പഠിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്രോച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി വിത്തിൻ കമ്പ്യൂട്ടർ സയൻസ് ദാറ്റ് ഫോക്കസസ് ഓൺ ഡെവലപ്പിംഗ് മെഷീൻസ് ആൻഡ് സോഫ്റ്റ്വെയർ കേപ്പബിൾ ഓഫ് സിമുലേറ്റിംഗ് ഹ്യൂമൻ ഇന്റലിജൻസ്. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് എന്താ ഫീൽഡ് വിത്തിൻ ദ കമ്പ്യൂട്ടർ സയൻസ്. അത് കമ്പ്യൂട്ടർ സയൻസിൽ ഉള്ള ഒരു ഫീൽഡാണ് വിച്ച് പ്രൊവൈഡ്സ് മേക്കിംഗ് ഓർ ഡെവലപ്പിംഗ് മെഷീൻസ് ആൻഡ് സോഫ്റ്റ്വെയർ കേപ്പബിൾ ഓഫ് സിമുലേറ്റിംഗ് ഹ്യൂമൻ ഇന്റലിജൻസ്. അതായത് മനുഷ്യന്റെ ഹ്യൂമൻ ഇന്റലിജന്റ് കപ്പാസിറ്റിയെ മിമിക് ചെയ്യുന്ന ഒരു എന്താ പറയുക മീൻസ് കമ്പ്യൂട്ടർ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ ഇന്റലിജന്റ് കപ്പാസിറ്റി യൂസ് ചെയ്ത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ആ സ്ഥലങ്ങളിൽ മനുഷ്യന് പകരം ഒരു മീൻസ് ആ ഒരു സ്ഥാനത്തിന് വേണ്ടി ആ ഒരു കാര്യത്തിന് ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ ഒരു മെഷീൻ നമ്മൾ മീൻസ് റീപ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇൻക്ലൂഡ്സ് ദ എബിലിറ്റി ടു തിങ്ക്, ലേൺ ആൻഡ് മേക്ക് ഡിസിഷൻസ് ഇൻ എ വേ ദാറ്റ് മിമിക്സ് ഹ്യൂമൻ കോഗ്നിറ്റീവ് പ്രോസസ്. അതായത് എന്താ പറയുക കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ വൈജ്ഞാനികം. അതായത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഏതൊരു കാര്യത്തിനാണോ നമ്മൾ വിജ്ഞാനം നേടിയത്, നമ്മൾ ഏതൊരു കാര്യത്തിനാണോ പഠിച്ചത്, അപ്പോൾ അവിടെ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അതായത് പഠിച്ച സാധനങ്ങൾ നമ്മൾ ഓരോ ഡിസിഷൻ മേക്കിംഗ് അല്ലെ ഓരോ കാര്യത്തിലും ഓരോ പ്രോബ്ലം വരുമ്പോൾ എന്തൊക്കെ സോൾവ് ചെയ്യണം, എങ്ങനെയൊക്കെ ചിന്തിക്കണം, ഓരോരോ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമ്മളെ ഇന്ത്യൻ കപ്പാസിറ്റി യൂസ് ചെയ്യുന്ന പകരം നമ്മൾ എന്ത് ചെയ്യുക മെഷീൻസിന്റെ യൂസ് ചെയ്യുക പഠിക്കുക അല്ലെ. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വരുമ്പോൾ എന്തൊക്കെ വരും, അതായത് മെഷീൻസിന് ലേൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണ്ടി വരും, തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു ലേൺ ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക, അതായത് ഒരു എന്താ പറയുക ഡിസിഷൻ മേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണ്ടി വരും. ഓക്കെ, അപ്പം AI involves the simulation of human intelligence by computer systems to perform tasks that typically require human intellect, such as learning from the data and experience, reasoning and problem solving, understanding natural language, recognizing patterns and making decisions. അതായത് ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മീൻസ് എന്താ പറയുക മീൻസ് സച്ച് എ കോംപ്ലക്സ് തിങ് അല്ലേ. അതായത് ഇപ്പം ഒരാളെ ഇന്റലിജന്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എൻ്റെത് എടുക്കുക അല്ല മീൻസ് ഇപ്പോൾ ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ്, പിന്നെ ഇപ്പോൾ എന്താ ചിന്തിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാനുള്ള കഴിവ്, ഈവൻ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെ. അതായത് എന്താ പറയുക ഇമോഷണലി ചിന്തിക്കാനുള്ള കഴിവ് അല്ലെ. ആ ഒന്നും മീൻസ് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു സയന്റിഫിക് അപ്രോച്ച് ടു മീൻസ് അല്ലെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക റെക്കഗ്നൈസ് ചെയ്യെങ്കിൽ ഒരു സയന്റിഫിക് ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് കൊടുത്താലേ നമുക്ക്
നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒരു സയന്റിഫിക്കലി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മീൻസ് ഒരു മെഷീനറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ പ്രയാസമുള്ളത് കൊണ്ട് നമ്മൾ ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് ഫ്രം ദ ഡാറ്റ അല്ലേ. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യങ്ങളിൽ നിന്ന് പഠിക്കുന്നത് അതുപോലെ ആ ഡാറ്റ പ്രൊവൈഡ് ചെയ്താൽ അതിൽ നിന്ന് പഠിക്കാൻ കഴിവും പിന്നെ എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. ഈ പഠിച്ചിങ്ങാണ്ട് ആ ഒരു ഫീൽഡിൽ നമ്മൾ ഏത് ഡാറ്റയിലാണോ നമ്മൾ മെഷീൻ ലേണിംഗ് പഠിച്ചത് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും പിന്നെ റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് അല്ലേ. അതായത് ഈ ഒരു പഠിച്ച സാധനങ്ങൾ വെച്ചിട്ട് ഒരു പ്രോബ്ലം വരുമ്പോൾ സോൾവ് ചെയ്യാനും റീസണിങ് അതായത് എന്തൊക്കെ ബിഹേവ് ചെയ്യണം എന്നുള്ള ബിഹേവ് ചെയ്യാനും പിന്നെ അണ്ടർസ്റ്റാൻഡിങ് നാച്ചുറൽ ലാംഗ്വേജ് അല്ലേ. അതായത് നമ്മളെ ലാംഗ്വേജസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക മീൻസ് ഒരു കമാൻഡ്സ് ആക്കി സ്വീകരിക്കാനോ അല്ലെങ്കിൽ റെക്കഗ്നൈസിങ് പാറ്റേൺസ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക പാറ്റേൺ റെക്കഗ്നൈസ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥാനത്ത് ഒരു എന്താ പറയുക ഇന്നൊരു ഇതിൽ നിന്ന് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു അനുഭവത്തിൽ നിന്ന് പഠിച്ചും കണ്ട് ഒരു എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മൾ എന്താണോ പഠിച്ചത് ആ പഠിച്ചതും ഒരു എന്താ പറയുക ഒരു കണക്ഷൻ ഉണ്ടാവും അല്ലേ. ഇപ്പം ജസ്റ്റ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതായത് ചുടുവെള്ളത്തിൽ കൈ ഇട്ടാൽ പൊള്ളുമെന്ന് നമ്മൾ എങ്ങനെയാ പഠിക്കുക, അതായത് നമുക്ക് ഇതിന് മുന്നേ ഇട്ടപ്പോൾ കൈ പൊള്ളി അല്ലേ. ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ മനസ്സിലാക്കുക അല്ലേ. ഒരു ജസ്റ്റ് എക്സാമ്പിൾ ആണ്, എന്നാൽ മീൻസ് അപ്ലിക്കേഷനിൽ വരുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്താ കുറച്ചുപാട് മുന്നോട്ട് നമ്മൾ മനസ്സിലാക്കും അല്ലേ. ഇങ്ങനെ ഓരോ മീൻസ് നമ്മൾ ഓരോ പഠിച്ച എക്സാമ്പിൾസിൽ നിന്നും അല്ലെങ്കിൽ പഠിച്ച ഡാറ്റയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്താ പറയുക മീൻസ് കാര്യങ്ങൾ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഡിസിഷൻ മേക്കിങ്ങിലും അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് മെയിൻ ബ്രാഞ്ചസ് വിത്തിൻ ദി AI അല്ലേ. അതായത് നമ്മൾ പറഞ്ഞ് നമുക്ക് എല്ലാ കാര്യങ്ങളും AI എന്താ പറയുക AI അപ്രോച്ചിലേക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ല. നമ്മൾ ഒരു പ്രത്യേക പാറ്റേൺ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫ്ലോയിലാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ലേണിംഗ് ഫ്രം ദ ഡാറ്റ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ എബിലിറ്റി മീൻസ് എന്താ പറയുക ഓരോ ഡിസിഷനും അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ നമ്മൾ ഡാറ്റയിൽ നിന്ന് പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതിനെന്ത് ചെയ്യുക, നമ്മൾ AI കുറച്ച് ബ്രാഞ്ചസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഒന്ന് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, അതായത് നാച്ചുറൽ ലാംഗ്വേജ് മീൻസ് എന്താ പറയുക ഹ്യൂമൻ ലാംഗ്വേജസ് മനസ്സിലാക്കുക. അതായത് എന്താ പറയുക ഇപ്പോൾ അതായത് എന്താ പറയുക നമ്മൾ വോയിസ് ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിങ്ങാണ്ട് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ എന്താ പറയുക ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യുക, അതൊക്കെ ഒരു AI സാധിക്കുന്നത് NLP എന്ന ബ്രാഞ്ചിനാണ്. മീൻസ് ആ ഒരു കാറ്റഗറി നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ റോബോട്ടിക്സ് ഉണ്ട്. അതായത് റോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ മീൻസ് അല്ലെ, അതായത് നമ്മൾ മനുഷ്യനെ ഹെൽപ്പ് മനുഷ്യനെ മീൻസ് ഒരു ടാസ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഒരു മെഷീൻ അല്ലെ ഒരു എന്താ പറയുക ഒരു മെഷീൻ വെച്ചിങ്ങാണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI ആ ഒരു സ്റ്റഡി നമ്മൾ എന്താ പറയുക റോബോട്ടിക്സ് എന്ന് പറയുന്നത്. പിന്നെ കമ്പ്യൂട്ടർ വിഷൻ, അതായത് കമ്പ്യൂട്ടറിന് വിഷൻ കൊടുക്കുക അല്ലെ, നമ്മൾ കാണുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു അപ്രോച്ച് നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത്. പിന്നെ എക്സ്പെർട്സ് ഉണ്ട്, പിന്നെ മെഷീൻ ലേണിംഗ് ഉണ്ട് അല്ലെ. അതായത് മെഷീൻ ലേണിംഗ് ML എന്ന് പറയും. അതായത് ഈ ഒരു ബ്രാഞ്ചാണ് നമുക്ക് എന്ത് ചെയ്യാം മീൻസ് ഡാറ്റയിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് എന്ന ബ്രാഞ്ച് ആയിരിക്കും. അതായത് എന്താണ് മെഷീൻ ലേണിംഗ്, എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് കൺസെപ്റ്റ്സ്, എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് ഒരു ഡാറ്റയിൽ നിന്ന് പഠിക്കുന്നത്, എങ്ങനെയാണ് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഈ സിലബസിൽ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ സിലബസിന്റെ മീൻസ് ഫസ്റ്റ് പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സിലബസിലേക്ക് കൊടുക്കാം. ഫസ്റ്റ് വാട്ട് ഈസ് മെഷീൻ ലേണിംഗ്, എന്താണ് മെഷീൻ ലേണിംഗ്, അതായത് മെഷീൻ ലേണിംഗ് അതായത് മെഷീൻ പഠിക്കുക അല്ലെങ്കിൽ മെഷീൻ നമ്മൾ പഠിപ്പിക്കുക. ഓക്കെ, machine learning is a branch of artificial intelligence that focuses on enabling computers to learn from the data without being explicitly programmed. അതായത് ML ഡെഫിനിഷൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് ഈസ് the branch of artificial intelligence. AI വരുന്ന ഒരു ബ്രാഞ്ച്, AI ഒരു ബ്രാഞ്ച് ആണ് വിച്ച് ഫോക്കസസ് ഓൺ എനേബിളിംഗ് കമ്പ്യൂട്ടേഴ്സ് ലേൺ ഫ്രം ദ ഡാറ്റ. അതായത് ഡാറ്റയിൽ നിന്ന് കമ്പ്യൂട്ടറിന് പഠിക്കാനുള്ള കഴിവ് കൊടുക്കുക അല്ലെ. അതായത് ഡാറ്റ അതായത് നമ്മൾ കൊടുക്കുന്ന നമ്മൾ ഏതൊരു വിഷയത്തിനാണോ മെഷീൻ ലേണിംഗ് ഏതൊരു സബ്ജക്റ്റിനാണോ മെഷീൻ ലേണിംഗ് അപ്രോച്ച് ചെയ്യുന്നത് ആ അപ്രോച്ചിന് റിലേറ്റ് ചെയ്യപ്പെട്ട ഡാറ്റയിൽ നിന്ന് പഠിക്കാനുള്ള കഴിവ് കൊടുക്കുക വിത്തൗട്ട് ബീങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ്. അതാണ് ഇവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ മെഷീൻ ലേണിംഗിലെ ഏറ്റവും വലിയ മറ്റെന്താ പറയുക ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കറക്റ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കണം നമ്മൾ കറക്റ്റ് പ്രോഗ്രാം ചെയ്ത് കൊടുക്കേണ്ടില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു കാൽക്കുലേറ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കാൽക്കുലേറ്റർ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഈ യൂസ് കേസസ് ഒക്കെ നമ്മൾ ആദ്യം മുൻകണ്ടും കണ്ട് നമ്മളൊരു അൽഗോരിതം എഴുതി കൊടുക്കണം അല്ലേ, നമ്മളതിന് പ്രോഗ്രാം എഴുതി കൊടുക്കണം അല്ലേ. എന്നാൽ മെഷീൻ ലേണിംഗ് അപ്രോച്ചിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഡാറ്റ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണോ മീൻസ് ഒരു അപ്രോച്ച് ചെയ്യുക ഈ എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് പാറ്റേൺ ഒക്കെ ആരാ മെഷീൻ തന്നെ എന്താ പറയുക മീൻസ് മെഷീൻ തന്നെ തീരുമാനിക്കുക ചെയ്യാം. ഓക്കെ, ഈ ഒരു അപ്രോച്ചിന് നമ്മൾ മെഷീൻ ലേണിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. It involves algorithms that can analyze data,
ഐഡന്റിഫൈ പാറ്റേൺസ് ആൻഡ് മേക്ക് predictions ഓർ ഡിസിഷൻ ബേസ്ഡ് ഓൺ ദോസ് ഇൻസൈറ്റ്സ്. അതായത് ഈ മെഷീൻ ലേണിംഗിന്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡാറ്റയിൽ നിന്ന് അനലൈസ് ചെയ്ത് ഡാറ്റ പഠിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലെ പാറ്റേൺസ് അല്ലെ, ഡാറ്റയിൽ എന്തൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ ഓരോ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തത് ആ ഒരു ഡാറ്റ പഠിച്ചും കണ്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക എന്ത് തീരുമാനിക്കണം അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള അപ്രോച്ച് ചെയ്യുന്നത് മെഷീൻ ലേണിംഗിന്. ഓക്കെ, മെഷീൻ ലേണിംഗ് ടീച്ചസ് ദ സിസ്റ്റം ടു തിങ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഹ്യൂമൻസ് ബൈ ലേണിംഗ് ഫ്രം ദ ഡാറ്റ. അതായത് മനുഷ്യന് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും പോലെ എന്ത് ചെയ്യുക, മെഷീൻസിനെ പഠിക്കാൻ വേണ്ടിയിട്ട് മെഷീൻ ലേണിംഗ് എന്ന ബ്രാഞ്ചാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം മെഷീൻ ലേണിംഗിന്റെ കീ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ഫ്രം ദ ഡാറ്റ, അതായത് ഡാറ്റയിൽ നിന്ന് പഠിക്കുക, പിന്നെ പാറ്റേൺ റെക്കഗ്നൈസേഷൻ അല്ലെ, ആ ഡാറ്റ എന്താണോ പറയുന്നത് ഡാറ്റ തമ്മിലെ കണക്ഷൻ എന്താണ്. അപ്പം ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഡാറ്റയുടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ടെമ്പറേച്ചർ അല്ലെ വെതർ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു മെഷീൻ ലേണിംഗ് അപ്രോച്ച് അല്ലെ വെതറിനെ പറ്റി പഠിക്കുന്ന ഒരു ഇതിന്മേലാണ് ഒരു സ്റ്റഡിക്കാണ് ഒരു സബ്ജക്റ്റിനാണ് ഞാൻ എൻ്റെ മെഷീൻ ലേണിംഗ് അപ്രോച്ച് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഡാറ്റ എന്തായിരിക്കും വെതറിനായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട സാധനങ്ങൾ, അതായത് ഇപ്പം ഹ്യൂമിഡിറ്റി ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഈവൻ സീസൺ ആയിക്കോട്ടെ, ഏതൊക്കെ കാര്യങ്ങളാണോ ഞാൻ എൻ്റെ സബ്ജക്ട് ഓഫ് സ്റ്റഡിയിൽ മെഷീൻ ലേണിംഗ് അതായത് വെതറിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സാധനങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ ഡാറ്റ അല്ലെ. ഈ ഡാറ്റയിൽ നിന്ന് എങ്ങനെയാണ് ഹ്യൂമിഡിറ്റി വെതറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ ഒരിക്കലും മെഷീന് പറഞ്ഞു കൊടുക്കേണ്ട. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് കമ്പ്യൂട്ടർ മീൻസ് മെഷീൻസ് തന്നെ തീരുമാനിക്കും, ആ ഒരു പാറ്റേൺ മെഷീൻ തന്നെ കണ്ടെത്തും. എന്നിട്ട് പ്രഡിക്ഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലെ, അതായത് ഇപ്പോൾ ഞാൻ ഇപ്പം വെതർ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു മെഷീൻ ലേണിംഗ് മോഡലാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാനും മെഷീന് സാധിക്കണം. അല്ലെങ്കിൽ ഇപ്പം വേറെ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ഒരു അല്ലെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചുടുവെള്ളത്തിൽ കൈയിടണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിസിഷൻ മേക്കിങ്ങിന് മെഷീൻസിന് സാധിക്കും. പിന്നെ വരുന്നത് ഇംപ്രൂവ്മെന്റ് വിത്ത് എക്സ്പീരിയൻസ്, അതായത് ഓരോ സമയം ഓരോ എക്സ്പെരിമെന്റ്സ്, അതായത് ഡാറ്റാസ് തന്നെ ഓരോ എക്സ്പെരിമെന്റ് കഴിയും തോറും മെഷീൻ ലേണിംഗ് എന്ത് ചെയ്യണം, മെഷീൻസിന് മീൻസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഓരോ ടൈമിലും ഞാൻ എൻ്റെ എന്താ പറയുക ഡാറ്റ കൊടുക്കും തോറും അല്ലെ, അതായത് ഓരോ ടൈമിൽ ഞാൻ ഓരോ എന്താ പറയുക മീൻസ് ഓരോ പ്രാവശ്യം എൻ്റെ മെഷീൻ യൂസ് ചെയ്യുന്നതനുസരിച്ച് മെഷീൻസിന്റെ ലേണിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ മെഷീൻസിന്റെ എന്താ പറയുക കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കണം അല്ലെ. അതായത് മീൻസ് എന്താ പറയുക യൂസിനനുസരിച്ചിട്ട് അതായത് അതൊരു ഐഡിയൽ കൂടുതൽ മെഷീൻസ് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി എന്താ പറയുക ഡാറ്റ മൈനിങ് എന്താണ്. ഓക്കെ, അതായത് അടുത്തൊരു ടേം വരുന്നത് ഡാറ്റ മൈനിങ്. അപ്ലൈയിങ് മെഷീൻ ലേണിംഗ് ടെക്നിക്സ് ടു ഡിഗ് ഇൻ ടു എ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ഹെൽപ്പ് ഡിസ്കവർ പാറ്റേൺ ദാറ്റ് വേർ നോട്ട് ഇമ്മീഡിയറ്റ്ലി അപ്പറന്റ്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ മെഷീൻ ലേണിംഗ് എന്നാൽ എന്താണ് ജസ്റ്റ് ഒന്നൊരു ഐഡിയ പറഞ്ഞത്, എന്താ ഡാറ്റയിൽ നിന്ന് പഠിക്കുക, അതിന്റെ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട ഇൻസൈറ്റോ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് വേണ്ട മീൻസ് ഇതിന് മെഷീൻ ലേണിംഗ് അപ്രോച്ച് അല്ലെ. ഈ ഒരു മെഷീൻ ലേണിംഗ് അപ്രോച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ അതായത് എന്താ പറയുക ഒരു മീൻസ് വലിയൊരു ഡാറ്റ സെറ്റിൽ, അതായത് അത്യാവശ്യം വലിയൊരു ജിഗാബൈറ്റ്സ് വരുന്ന ഡാറ്റ സെറ്റിൽ അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഡാറ്റ മൈനിങ് എന്ന് പറയാം, വേറെ ഒന്നുമല്ല. അതായത് നമ്മൾ ഡാറ്റ സയൻസിന് നമ്മൾ ഫസ്റ്റ് ഡാറ്റ സയൻസിനെ പറ്റി പറഞ്ഞപ്പോൾ ഡാറ്റ സയൻസ് എന്നാൽ എന്താണ്, അതായത് വലിയൊരു ഡാറ്റ സെറ്റിൽ നിന്ന് നമുക്ക് വേണ്ടിയ നോളജ് എക്സ്ട്രാക്ട് ചെയ്യുക അല്ലേ. അപ്പം അത്യാവശ്യം അത്യാവശ്യം വലിയൊരു എമൗണ്ട് ഓഫ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് മെഷീൻ ലേണിംഗും ഡാറ്റ സയൻസും വരുന്ന ഒരു കണക്ഷൻ പറഞ്ഞത്. ഓക്കെ, അതായത് ഈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡാറ്റ മൈനിങ് എന്ന് നമ്മൾ ശരിക്കും മൈനിങ് എന്ന് എന്തിനാ പറഞ്ഞത് അല്ലെ, അതായത് അത്യാവശ്യം നല്ലൊരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക അത്യാവശ്യം ഒരു വലിയൊരു ഏക്കർസ് കണക്ക് സ്ഥലത്ത് നമ്മൾ ഇച്ചിരി പോകുന്ന സ്വർണം ഖനനം ചെയ്യുക അല്ലെ. അതായത് അതുപോലെ തന്നെ ഡാറ്റ സയൻസിന്റെ പല ടേംസ് ആയ എന്താ പറയുക നോളജ് എക്സ്ട്രാക്ഷനൊക്കെ നമ്മൾ മെഷീൻ ലേണിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുക. അതായത് ഡാറ്റ സയൻസിന്റെ മാത്രമല്ല ഏതൊരു കാര്യത്തിനും വലിയൊരു എമൗണ്ട് ഓഫ് ഡാറ്റ സെറ്റിൽ നമ്മൾ മെഷീൻ ലേണിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻസൈറ്റ്സും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയ നോളജ് എക്സ്ട്രാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. ടു സമ്മറൈസ്, മെഷീൻ ലേണിംഗ് ഈസ് ഗ്രേറ്റ് ഫോർ അല്ലെ. അപ്പം എന്താ മൊത്തത്തിലൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻ ലേണിംഗ് എന്തിനൊക്കെയാണ് നല്ലത്, പ്രോബ്ലംസ് ഫോർ വിച്ച് എക്സിസ്റ്റിംഗ് സൊല്യൂഷൻ റിക്വയർ എ ലോട്ട് ഓഫ് ഫൈൻ ട്യൂണിങ് ഓർ ലോങ് ലിസ്റ്റ് ഓഫ് റൂൾസ്. അതായത് ഇപ്പം എന്താ പറയുക ഇപ്പോൾ കറന്റ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു സോർട്ടിങ് അൽഗോരിതം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മെഷീൻസിന്റെ അൽഗോരിതം ആയിക്കോട്ടെ നമ്മൾ പ്രോഗ്രാം ചെയ്യുക എങ്ങനെയായിരിക്കും, അതായത് എന്തിനൊക്കെയാണോ ഈ സാധനങ്ങൾ എന്തിനൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ നമ്മൾ യൂസ് കേസ് മുന്നേ കണ്ടും എന്ത് ചെയ്യുക, അതായത് നമ്മൾ മീൻസ് ഈ യൂസ് കേസ് ഒക്കെ മുന്നേ കണ്ടും എന്ത് ചെയ്യുക മീൻസ് അതിനുള്ള പ്രോഗ്രാം ചെയ്തും ഈ ഒരു ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്രീ സെറ്റ് ചെയ്ത് കൊടുത്ത അൽഗോരിതം അല്ലെങ്കിൽ പ്രോഗ്രാം വെച്ചും ബിഹേവ് ചെയ്യുക. എന്നാൽ മെഷീൻ ലേണിംഗ് അപ്രോച്ചിൽ നമുക്ക് ചില കേസസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമെയിൽ സ്പാം ക്ലാസിഫയർ അല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരെ പറഞ്ഞൊരു ക്ലാസിഫൈങ് ഇമെയിൽ സ്പാം ക്ലാസിഫിക്കേഷൻ അല്ലെ. ഈ ഇമെയിൽ നമ്മൾ എന്താ പറയുക സ്പാം ആണോ സ്പാം അല്ലെന്ന് ആദ്യമൊക്കെ
കാറ്റഗറൈസ് ചെയ്യപ്പെട്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സ്പാമിൽ എന്താ പറയുക എക്സിസ്റ്റിംഗ് ഓഫേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഓൺലി ഫോർ യു അല്ലെങ്കിൽ യു ആർ ഗ്രേറ്റ് അങ്ങനെ പല പല മീൻസ് ഒരു സ്പാമേഴ്സിൻ്റെ ഒരു അങ്ങനത്തെ ഓരോ കീവേഡ്സ് സെർച്ച് ചെയ്തുകൊണ്ട് ആ കീവേഡ്സ് ആ മെയിലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെയിൽ സ്പാമാണ് അല്ലെങ്കിൽ ആ കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മെയിൽ ഹാം ആണെന്നിട്ടുണ്ട് എൻ്റെ മെയിൽ നമ്മൾ എന്താ പറയുക ഫിൽട്ടർ ഇട്ട് പോയിനത്. എന്നാൽ വീണ്ടും വീണ്ടും പല മീൻസ് എന്താ പറയുക മീൻസ് അതൊരു അല്ല ഓരോ ടൈമിലും ഈ സ്പാമേഴ്സ് മെയിൽ മാറിക്കൊണ്ടനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ അൽഗോരിതം സെറ്റാക്കി കൊടുക്കാൻ കഴിയത്തില്ല അല്ലെ. അതായത് ഇപ്പം നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എങ്ങനെയായിരിക്കും സ്പാം മെയിൽ വരിക എന്നുള്ളത്. അപ്പോൾ മെഷീൻ ലേണിംഗിൽ അങ്ങനത്തെ ഒരു കേസിലൊക്കെ നമുക്ക് ചില കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഒരിക്കലും ഒരു യൂസ് കേസ് മുന്നേ കാണാൻ കഴിയില്ല അല്ലെ. നമുക്കൊരു പ്രീ സെറ്റ് ഓഫ് റൂൾസ് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ കേസിലൊക്കെ മെഷീൻ ലേണിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ മെഷീൻ ലേണിംഗ് എന്ത് ചെയ്യും സ്വയം തന്നെ ആ ഡാറ്റകൾ തമ്മിലുള്ള അല്ല ഇത് സ്പാം മെയിൽസിൽ വരുന്ന എങ്ങനത്തെ ഒരു പാറ്റേൺ ആണോ അല്ലെങ്കിൽ ഹാം മെയിൽസിൽ ഹാം എന്ന് പറഞ്ഞാൽ നോട്ട് എ സ്പാം മെയിൽസിൽ എങ്ങനത്തെ പാറ്റേൺസ് ആണോ വരുന്നത് ഈ പാറ്റേൺസ് ഒക്കെ വെച്ചുകൊണ്ട് സുഖമായിട്ട് മെഷീൻസിന് എന്ത് ചെയ്യാൻ കഴിയും മെഷീൻ ലേണിംഗ് അപ്രോച്ചുകൾ നമുക്ക് മീൻസ് ഹെൽപ്പ് എന്താ പറയുക മീൻസ് സ്പാം മെയിലാണോ ഹാം മെയിലാണോ എന്ന് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് കൊടുക്കാൻ മീൻസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പം to problems which existing solution require a lot of fine tuning or long list set of rules. അതില്ലേ ഇത് അത്യാവശ്യം കുറെ അൽഗോരിതം വേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് ഈ അൽഗോരിതം അപ്രോച്ച് ഒഴിവാക്കി കാരണം മെഷീൻ ലേണിംഗ് അപ്രോച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ വരുന്നത് കോംപ്ലക്സ് പ്രോബ്ലംസ് ഫോർ വിച്ച് യൂസിങ് എ ട്രഡീഷണൽ അപ്രോച്ച് യൂൾസ് നോ ഗുഡ് സൊല്യൂഷൻ. അതായത് കോംപ്ലക്സ് പ്രോബ്ലംസ് ഫോർ വിച്ച് യൂസിങ് ട്രഡീഷണൽ അപ്രോച്ച് ഈൽസ് നോ ഗുഡ് സൊല്യൂഷൻ. അതായത് നമ്മൾ എന്താ പറയുക ഇപ്പം അതായത് നേരത്തെ എക്സാമ്പിൾ തന്നെ ഈ മെയിൽ ക്ലാസിഫിക്കേഷൻ എക്സാമ്പിളൊക്കെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതായത് ട്രഡീഷണൽ അപ്രോച്ചിന് നമുക്ക് വലിയൊരു ഗുണം ചെയ്യുന്നില്ല അല്ലെ. അതായത് എന്താ പറയുക അതായത് ഇന്ന കീവേഡ്സ് ഒക്കെ വരുന്നത് സ്പാം ആണ് ഇന്ന കീവേഡ്സ് ഒന്നും വരാത്തത് ഹാം ആണെന്ന് പറയുമ്പോൾ അത് പിന്നെ സ്പാമേഴ്സ് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മെയിൽസ് സ്പാമിലും കിടക്കുന്ന അവസ്ഥ വരുമ്പോൾ അവിടെ മെഷീൻ ലേണിംഗ് അപ്രോച്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതായത് നമ്മളൊരു പാറ്റേൺ കണ്ടെത്തേണ്ട അത് മെഷീൻസ് തന്നെ കണ്ടെത്തിക്കോളും. പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് എൻവിറോൺമെന്റ്സ് അതായത് എന്താ പറയുക നമ്മളിപ്പം സ്പാമിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് സ്പാമേഴ്സ് എപ്പോഴും ഓരോരോ മെയിൽ ചെയ്യുന്ന രീതി മാറ്റിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ എൻവിറോൺമെന്റ് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ പ്രീ സെറ്റ് ചെയ്ത അൽഗോരിതം വർക്ക് ആവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓരോ ടൈം മെഷീൻ ലേണിംഗിന്റെ ഒരു എന്താ ഈ കൺസെപ്റ്റിന്റെ അതായത് ഇംപ്രൂവിങ് വിത്ത് റണ്ണിങ് അല്ലെ. അതായത് ഓരോ പ്രാവശ്യവും മെഷീന് റൺ ആകുമ്പോഴും ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പം ഓരോ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ നമുക്ക് പുതിയൊരു ഡാറ്റ കിട്ടുകയാണ്. ആ ഡാറ്റയിൽ നിന്ന് വീണ്ടും മെഷീൻ ലേണിംഗ് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗെറ്റിംഗ് ഇൻസൈറ്റ്സ് അബൌട്ട് കോംപ്ലക്സ് പ്രോബ്ലംസ് ആൻഡ് ലാർജ് അമൗണ്ട്സ് ഓഫ് ദ ഡാറ്റ. അതായത് കോംപ്ലക്സ് പ്രോബ്ലംസ് ആൻഡ് ലാർജ് അതായത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണ്ടിയ കാഴ്ചകൾ അതായത് നമുക്ക് ഒരിക്കലും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില കാഴ്ചകൾ ഉണ്ടാവില്ലേ. എന്താ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ അതായത് ഒരു 19 മീൻസ് ഒരു പണ്ട് കാലത്ത് യൂറോപ്പിൽ നടന്ന സംഭവമാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ മെഷീൻ ലേണിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവർ കണ്ടെത്തിയതാണ് ഒരു ബിയർ ആൻഡ് എന്താ പറയുക ഡയപ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ. അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ മീൻസ് ഒരു ചെയിൻ ഓഫ് സൂപ്പർ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന്റെ ബാസ്ക്കറ്റ് അനാലൈസ് ചെയ്തപ്പോൾ അതായത് ബാസ്ക്കറ്റിൽ ഏതൊക്കെ സാധനങ്ങളാണോ കോമൺ വരുന്നത് അതായത് ഇന്നൊരു സാധനം വാങ്ങുന്ന ആൾ ഏറ്റവും കൂടുതൽ വാങ്ങാൻ അടുത്തത് എന്താ വാങ്ങുന്നത് എന്നൊരു അസോസിയേഷൻ റൂൾ. അതായത് ഒരു സാധനം വാങ്ങുമ്പോൾ മറ്റൊരു സാധനം വാങ്ങാനുള്ള പ്രോബബിലിറ്റി ആ ഒരു ഇതിന് മെഷീൻ ലേണിംഗ് അപ്ലൈ ചെയ്തപ്പോൾ സച്ച് എ ലാർജ് ഡാറ്റാ സെറ്റ് അല്ലേ അല്ലെ. മീൻസ് ഒരു ചെയിൻ ഓഫ് സൂപ്പർ മാർക്കറ്റിന് ഒരു മീൻസ് മൊത്തം ഒരു കൺട്രി എടുത്ത് തോന്നുന്നു അല്ലെ. അതിൽ എന്താ പറയുക അവർ കണ്ടൊരു ഇൻസൈറ്റ്സ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിയർ വാങ്ങുന്നതിൻ്റെ കൂടെ ഡയപ്പർ വാങ്ങുന്ന ആൾക്കാരുടെ ശതമാനം 90. അതായത് 100ൽ 90 ആൾക്കാരും അറൗണ്ട് 90% ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട് ബിയറിന്റെ കൂടെ ഡയപ്പർ വാങ്ങുന്നുണ്ട് അല്ലെ. നമുക്ക് ഒരിക്കലും ലോജിക്കലി ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഇൻസൈറ്റ് ആണ് അത് അല്ലെ. അത് അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ എന്താ ചെയ്യാൻ കഴിയുക അതായത് നമുക്ക് മുൻകൂട്ടി നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത ഇൻസൈറ്റ്സും മെഷീൻ ലേണിംഗ് അപ്രോച്ച് കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. ഡാറ്റാ സയൻസിലും മെഷീൻ ലേണിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ പിന്നെ വേറെ ഒന്നും പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മെഷീൻ ലേണിംഗ് ആണ് എന്താ പറയുക എക്സ്പീരിയൻസ് നൽകുന്നത് അല്ലെ. അപ്പൊ എത്രത്തോളം ഡാറ്റ നന്നാവുന്നോ അത്രത്തോളം എന്താ പറയുക നമ്മളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മോഡലും അതായത് എഐയുടെ റണ്ണിങ് നന്നാവും അല്ലെ. അപ്പം ഈ ഡാറ്റ സയൻസിന്റെ കുറച്ച് എന്താ പറയുക മീൻസ് ഡാറ്റ ക്ലീനിങ് അല്ലെ. അതായത് മീൻസ് ആവശ്യമില്ലാത്ത ഡാറ്റ ക്ലീൻ ചെയ്യാനൊക്കെ ഡാറ്റ സയൻസിന്റെ പല അപ്രോച്ചസും വരുന്നുണ്ട്. ഈ അപ്രോച്ചസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതായത് ഡാറ്റ ക്ലീൻ ചെയ്യാനും ഡാറ്റയിൽ നിന്നൊരു ഒരു നീറ്റ് ഡാറ്റ മെഷീൻ ലേണിംഗിലേക്ക് അതായത് എഐക്ക് കൊടുക്കാനും ഡാറ്റ സയൻസിന്റെ ടെക്നിക്സ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഡാറ്റ സയൻസും മെഷീൻ ലേണിംഗും അല്ലെ ഡാറ്റ സയൻസും എഐയും തമ്മിൽ ഭയങ്കര ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റി വരുന്നുണ്ട്.
പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് സിസ്റ്റം അല്ലെ. മെഷീൻ ലേണിംഗ് എന്താണ്, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇനി മെഷീൻ ലേണിംഗ് സിസ്റ്റംസ് അല്ലെ, എന്താ പറയുക, ഇപ്പം ഒരു മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റയിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ എന്താ പറയുക, നമുക്ക് പഠിക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ പഠിക്കാറ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ഒരു പ്രത്യേക അപ്രോച്ച് വരുന്നത് അല്ലെ. അപ്പോൾ എങ്ങനെ നിന്നാണ് ഒരു മെഷീൻസ് ഒരു ഡാറ്റയിൽ നിന്ന് പഠിക്കുന്നത് അല്ലെ, എന്തൊക്കെയാണ് ഒരു ഡാറ്റയിൽ നിന്ന് പഠിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഒരു ഏതൊക്കെ രീതിയിലാണ് പഠിക്കുന്നത്, ഇങ്ങനെയൊക്കെ വെച്ചും കണ്ട് നമ്മൾ എന്താ ഒരു മെഷീൻ ലേണിംഗ് കൺസെപ്റ്റിനെ നമ്മളൊരു മീൻസ് കുറച്ച് എന്താ പറയുക ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതിൽ ടൈപ്പ് ആക്കി തിരിക്കുന്നുണ്ട്. അതിൽ ദർ ആർ സോ മെനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് സിസ്റ്റം ദാറ്റ് it is useful to classify them in broad categories based on the following criteria. അതായത് എന്താ പറയുക മീൻസ് അല്ലെ, മെഷീൻ ലേണിംഗ് എന്ന ഫീൽഡ് നമുക്ക് ഏതൊരു ഫീൽഡിലും അപ്രോച്ച് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഫിനാൻഷ്യൽ വരുന്ന ഡാറ്റ സെറ്റ് ആവില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വരുന്ന ഡാറ്റ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വരുന്ന എക്സാമ്പിൾ ഓഫ് ഡാറ്റ ആവില്ല നമുക്ക് ഹെൽത്ത് കെയറിൽ വരിക അല്ലെ. അതുപോലത്തെ ആവില്ല ഇ കോമേഴ്സ് ഇ കോമേഴ്സ് ഇൻഡസ്ട്രിയിൽ വരിക അല്ലെ. അപ്പോൾ ഇന്ന എല്ലാ ഒരു ഇത്രയും അപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് സച്ച് എ ബ്രോഡ് ഫീൽഡാണ് അല്ലെ. അപ്പോൾ നമുക്ക് എങ്ങനത്തെ ഡാറ്റയാണ് കിട്ടുന്നത്, ഏത് രീതിയിലാണ് അത് പഠിക്കുന്നത് എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മെഷീൻ ലേണിങ്ങിനെ മീൻസ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അതിൽ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിന് ഹോൾ സിസ്റ്റത്തിനെ നമ്മൾ ഡിവൈഡ് ഒരു കുറച്ചായിട്ട് ഡിവൈഡ് ഉണ്ട് ബേസ്ഡ് ഓൺ ദ ക്രൈറ്റീരിയ. ഏതൊക്കെ ക്രൈറ്റീരിയ നോക്കാം. വെദർ ഓർ നോട്ട് ദേ ആർ ട്രെയിൻഡ് വിത്ത് ഹ്യൂമൻ സൂപ്പർവിഷൻ, അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അതായത് വേറെ ഒന്നുമല്ല, അതായത് നമ്മൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് നമ്മൾ ഡാറ്റയിൽ നിന്ന് പഠിക്കുക, പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുക, എന്നിട്ട് എന്താ പറയുക നമുക്കൊരു മീൻസ് ഒരു എന്താ പറയുക ലേൺ ചെയ്ത ഒരു മോഡൽ, ലേൺ ചെയ്യപ്പെട്ട ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് തരുന്നത് നമ്മൾ ലേണിംഗ് എന്നിവിടെ പറയുന്നത്. അപ്പം എന്താ പറയുക മീൻസ് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, അതായത് ഹ്യൂമൻസ് എന്തെങ്കിലും സൂപ്പർവിഷൻ കൊടുക്കണം, അതിൽ നമ്മൾ എന്തെങ്കിലും നിരീക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക സൂപ്പർവൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മെഷീൻ ലേണിങ്ങിനെ ഡാറ്റയിൽ നിന്ന് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 ആക്കി ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത് ഒന്ന് സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, സെമി സൂപ്പർവൈസ്ഡ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അതെന്താണെന്ന് നമ്മൾ ബാക്കി സിലബസിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ വരുന്നത് വെദർ ഓർ നോട്ട് ദേ ക്യാൻ ലേൺ ഇൻക്രിമെന്റലി ഓൺ ദ ഫ്ലൈ. അതായത് ഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതായത് നമ്മൾ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളത് മീൻസ് ഡിപ്ലോയ് ചെയ്തു അല്ലെ, അതായത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ആ യൂസിങ്ങിൽ അവന് ഇംപ്രൂവ്മെന്റ് വിത്ത് എന്താ പറയുക എക്സ്പീരിയൻസ് അല്ലെ. ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴും അത് ഇംപ്രൂവ് ചെയ്യാൻ കഴിയോ ഇല്ലയോ വെച്ച് കണ്ട് നമ്മൾ 2 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. വെദർ ദേ വർക്ക് ബൈ സിംപ്ലി കമ്പയറിംഗ് ന്യൂ ഡാറ്റ പോയിന്റ്സ് ടു നോൺ ഡാറ്റ പോയിന്റ്സ് ഓർ ഇൻസ്റ്റഡ് by detecting patterns in the training data and building a predictive model much like scientists do. അതായത് വേറെ ഒന്നുമല്ല, അതായത് എന്താ പറയുക, നമ്മൾ ഒരു ഡാറ്റ സെറ്റിൽ നിന്നും മെഷീൻ ലേണിംഗ് അപ്രോച്ച് ചെയ്ത് നോട്ടിക്കോ. അപ്പോൾ മെഷീൻസ് ജസ്റ്റ് അതായത് മീൻസ് അതിൻ്റെ ഇന്നർ ഡെപ്തിലേക്ക് പോയി കണ്ട് എങ്ങനെയൊക്കെയാണോ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് എന്തൊക്കെയാണോ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക മെഷീൻസിനെ നമ്മൾ ജസ്റ്റ് നമ്മൾ മെഷീൻസിന് തമ്മിലുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ മെഷീൻസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് തമ്മിലുള്ള വാല്യൂസിന്റെ ഡിഫറൻസ് വെച്ച് നമ്മൾ കാറ്റഗറൈസ് ആണ് ചെയ്യുന്നത് എന്നൊക്കെ വെച്ചിങ്ങാണ്ട് നമ്മൾ വീണ്ടും 2 ആക്കി ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത് ഇൻസ്റ്റൻസ് ബേസ്ഡ് വേഴ്സസ് മോഡൽ ബേസ്ഡ്. അതായത് ഒന്ന് ഇൻസ്റ്റൻസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇൻസ്റ്റൻസ് അല്ലേ, നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഔട്ട് വരികയാണ് അല്ലെ. നമ്മളെ മെഷീൻ ലേണിങ്ങിന്റെ ബേസിക് എന്താണ്, അതായത് അതായത് നമ്മൾ പഴയ എക്സ്പീരിയൻസിൽ നിന്ന് പുതിയൊരു അൺസീൻ ആയ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ അൺസീൻ ആയ ഒരു യൂസ് കേസ് വരുമ്പോൾ അവിടെ എങ്ങനെ പെരുമാറുന്നു ബിഹേവ് ചെയ്യാണ് മെഷീൻ ലേണിംഗ് ഇത് പറഞ്ഞത് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അല്ലെ. ഈ ഒരു അപ്രോച്ചിൽ അത് ജസ്റ്റ് എന്താ പറയുക, ഈ ഒരു അപ്രോച്ച് വരുമ്പോഴാണ് നമ്മൾ ഡാറ്റ സെറ്റിലേക്ക് നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഡാറ്റയിൽ നിന്ന് അത് പഠിച്ച് സെറ്റാക്കി വെച്ചിട്ട് ഒരു പുതിയ ഒരാളെ സ്വീകരിക്കുമ്പോൾ അത് ആ ഒരു എന്താ പറയുക ഡാറ്റയിലേക്ക് പോകാണ്ട് നമ്മൾ പഠിച്ച സാധനം വെച്ചിട്ട് അല്ലെ, ഇത് ആ പാറ്റേൺ വെച്ചെങ്ങാണ്ടാണോ എന്താ പറയുക നമ്മൾ ഈ ഒരു ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് വെച്ചെങ്ങാണ്ട് നമ്മൾ 2 ആക്കി ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നാൽ ഒരു കാര്യം പറഞ്ഞുതരാം, ഇത് നമുക്ക് ജസ്റ്റ് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. ശരിക്കും മെഷീൻ ലേണിങ്ങിന് ഒറ്റ ഒരു ഇതുള്ളത് നമ്മൾ ചിലപ്പോൾ സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും ഒപ്പം യൂസ് ചെയ്യും. അതാണ് സെമി സൂപ്പർവൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ സെമി സൂപ്പർവൈസ്ഡും റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഒപ്പം ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അതായത് എന്താ പറയുക ഈ ഇൻക്രിമെന്റ് അതായത് ഡിപ്ലോയ് ചെയ്തിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്ന മോഡൽ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്ലോയ് ചെയ്ത് ഇൻക്രിമെന്റ് ചെയ്യാത്തൊരു രീതിയിൽ നമ്മൾ ചിലപ്പോൾ മാറ്റുന്നുണ്ട് അല്ലേ. അത് നമുക്ക് ഇങ്ങനെ ഒരു കറക്റ്റ് അപ്രോച്ച് അല്ലെങ്കിൽ കറക്റ്റ് ഒരു വർക്ക് ഫ്ലോ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഗോൾ എന്താണ്, ടു മേക്കിംഗ് ഇന്റലിജന്റ് മെഷീൻ. അതായത് വിത്ത് മനുഷ്യന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് നമ്മൾ മെഷീൻസിനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് അടുത്തത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതായത് നമ്മൾ ഒരു സൂപ്പർവിഷനിലാണോ, ഒരു എത്രത്തോളം നമുക്കൊരു സൂപ്പർവിഷൻ കൊടുക്കണം, സൂപ്പർവിഷൻ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് മെഷീൻ ലേണിങ്ങിനെ ഫസ്റ്റ് നമ്മൾ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിന് ഡിവൈഡ് ചെയ്യുന്നത്. അത് തന്നെ 4 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് മെഷീൻ ലേണിംഗ് സിസ്റ്റംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് ദ സൂപ്പർവിഷൻ that they get during training. There are 4 major categories: supervised learning, unsupervised learning, and semi-supervised learning and reinforcement learning. അതായത് നമ്മൾ എത്രത്തോളം എന്താ പറയുക, ഒരു സൂപ്പർവിഷൻ ഒരു സിസ്റ്റത്തിന്റെ മേലെ, അതായത് ഒരു ഡാറ്റയിൽ നിന്ന് പഠിക്കുന്നതിൽ ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റം, ഒരു സിസ്റ്റം ഡാറ്റയിൽ നിന്ന് പഠിക്കുന്നത് നമ്മൾ എത്രത്തോളം സൂപ്പർവിഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൽ ഇത് മെഷീൻ ലേണിംഗ് നമ്മൾ 4 ആക്കി ഡിവൈഡ് ചെയ്യുകയാണ്. അവ ഏതൊക്കെയാണ്? സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇനി എന്ത് ചെയ്യുക, ഇത് ഏതാണ് എങ്ങനെയാണ് എന്നൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് ഏറ്റവും അവസാനം നമ്മുടെ സിലബസ് വരുന്ന സൂപ്പർവൈസ്ഡ് ലേണിംഗും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിനും വെച്ചുകൊണ്ട് നമ്മൾ പല മോഡൽസ്, അത് എങ്ങനെയാണ് ഏതൊക്കെയാണ് പഠിക്കുന്നത് നോക്കുന്നുണ്ട്. പിന്നെ വരുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇൻ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ദ ട്രെയിനിങ് സെറ്റ് യു ഫീഡ് ടു ദ അൽഗോരിതം includes the desired solutions called labels, and the model is trained on the labeled data set, meaning each input comes with the correct output. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ ട്രെയിനിങ് സെറ്റ് എന്ന് പറയുമ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുക, ആൾക്ക് ഞാൻ മെഷീൻ ലേണിങ്ങിന്റെ, അതായത് ഒരു മെഷീൻ ലേണിങ്ങിന്റെ ഒരു ജസ്റ്റ് ഒരു ലേണിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ചെയ്യുക, എന്നിട്ട് നമുക്ക് സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും പാടും കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ മെഷീൻ ലേണിങ്ങിന് ഒരു വർക്ക് ഫ്ലോ മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം എനിക്കൊരു എന്താ പറയുക, ടെമ്പറേച്ചർ അല്ലെങ്കിൽ വെതർ പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു മെഷീൻ ലേണിംഗ് മോഡലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കുട്ടിക്ക്. അത് ഞാൻ വെതറിൻ്റെ മേലെ, ഇത് വെതർ എന്ന ഡാറ്റ സെറ്റിൻ്റെ മേലെയാണ് ഞാൻ എൻ്റെ മെഷീൻ ലേണിംഗ് അപ്ലൈ ചെയ്യുന്നത്. അതായത് എനിക്ക് നാളത്തെ വെതർ എന്തായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, നമ്മളെ ഡാറ്റ സെറ്റ് ഇപ്പോൾ അല്ലേ, നമ്മളൊരു ഡാറ്റ സെറ്റ് ഉണ്ടാക്കും അല്ലേ. അപ്പം ഡാറ്റ സെറ്റിൽ വെതറിന് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ, വെതറിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടേക്ക് നമ്മളെ റെക്കോർഡ്സിൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുക അല്ലേ. അപ്പം വെതറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണ് അല്ലേ. ഒരു വെതറിന് ഇപ്പം എൻ്റെ ടെമ്പറേച്ചർ എന്ന വാല്യൂ എന്താ പറയുക, ഇപ്പോൾ ഒരു ഓക്കെ, ഇത് ഇവിടെ ടെമ്പറേച്ചർ, ഇവിടെ ഹ്യൂമിഡിറ്റി, ഇവിടെ പ്രഷർ, ഇവിടെ ഇപ്പം എന്താ പറയുക റെയിൻ റേറ്റ് ഒന്ന് കൂട്ടിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ഓക്കെ അത് മതി. അപ്പോൾ ഒരു ഓക്കെ സോറി അതെ, ഇവിടെ ടെമ്പറേച്ചർ ഉണ്ടായിക്കോട്ടെ, ഇവിടെ പ്രഷർ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ റെയിൻ റേറ്റ് എത്രയായിരിക്കും നമ്മളെ എന്താ പറയുക, നമ്മളെ എന്താ പറയുക വെതറിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡാറ്റ സെറ്റ് നോക്കിക്കും അല്ലേ. അപ്പം ഹ്യൂമിഡിറ്റി ഇപ്പോൾ എക്സ്, പിന്നെ ടെമ്പറേച്ചർ വൈ സെഡ്. അപ്പം റെയിൻ റേറ്റ് എന്ന് പറയുമ്പോൾ റെയിൻ യെസ് ഓർണോ, അത് റെയിൻ ഇല്ലേ ഉണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മൾ എൻ്റെ ഡാറ്റ അല്ലേ. എക്സ് ചിലപ്പോൾ ഇപ്പോൾ ഒരു ജസ്റ്റ് നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, അതായത് ഇവിടെ ഒരു ഹ്യൂമിഡിറ്റി 80 കൊടുക്കുക, ടെമ്പറേച്ചർ അപ്പോൾ ഒരു 23 ഡിഗ്രി സെൽഷ്യസ്, പിന്നെ പ്രഷർ എന്ന് വരുമ്പം ഒരു 70, കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു ഡാറ്റ സെറ്റ് കൂടി, അപ്പോൾ റെയിൻ യെസ് റെയിൻ പെയ്യുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയുക ഇതിനനുസരിച്ച് കുറേ ഡാറ്റ റെക്കോർഡ്സ് ഓഫ് ഡാറ്റ ഉണ്ടാവും അല്ലേ. അപ്പോൾ മെഷീൻ ലേണിംഗ് മോഡൽ എന്ത് ചെയ്യും, ഇത് വെച്ചിങ്ങാണ്ട് ഇതിൽ നമ്മളൊരു മെഷീൻ ലേണിംഗ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഈ ഹ്യൂമിഡിറ്റി എത്രയാണോ നമ്മളെ റെയിൻ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ എത്രയാണോ എഫക്റ്റ് ചെയ്യുന്നത്, പ്രഷർ എത്രയാണോ എന്താ പറയുക എഫക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ വെച്ചും കണ്ട് ട്രെയിൻ ചെയ്യും, ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യും അല്ലേ. ഇവർ തമ്മിലുള്ള കണക്ഷൻസ് വെച്ചിട്ട് എന്താ ചെയ്യുക, മീൻസ് ഒരു വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഫോർമുല, ഒരു ഇക്വേഷൻസ് അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ശരിക്കും മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിംബോളിക് എന്ന് പറയുമ്പോൾ മെഷീൻ ലേണിംഗ് മോഡൽ എന്ത് ചെയ്യും, ഈ ഒരു ഇത് ലേൺ ചെയ്തുങ്ങാണ്ട് അല്ലേ. അപ്പോൾ പുതിയൊരു ടെമ്പറേച്ചറിൻ്റെ വാല്യൂ വരിക അല്ലേ, അതായത് ഇപ്പോൾ ഒരു ഹ്യൂമിഡിറ്റിൻ്റെ വാല്യൂ വരികയാണ്. ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഹ്യൂമിഡിറ്റി പുതിയത്, അതായത് ഇപ്പോൾ ഒരു 90 ഹ്യൂമിഡിറ്റി വന്ന് ഒരു 22%, 22 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ, ഒരു 83 ഇത് പ്രഷറും വന്നു കഴിഞ്ഞാൽ റെയിൻ റേറ്റ് അല്ലെങ്കിൽ മഴ പെയ്യോ ഇല്ല എന്നുള്ളത് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അതെങ്ങനെ, അതായത് ഇവന് ഓൾറെഡി ലേൺ ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ. അതായത് എന്താ പറയുക, എത്രത്തോളം ഇവനക്ക് അറിയാം, എത്രത്തോളം ഹ്യൂമിഡിറ്റി ഇവനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, റെയിൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രഷർ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വെച്ചിങ്ങാണ്ട് അങ്ങനൊരു മോഡൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മോഡലിലേക്കും എന്താ പറയുക നമ്മൾ ഇതിന് യൂസ് ചെയ്യുക, അതായത് നമ്മൾ മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഈ മോഡൽ പിന്നെ ഡിപ്ലോയ്മെന്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യും അല്ലേ, അതായത് എത്രത്തോളം
ഇവര് ശരിയായിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ശരിയായിട്ടാണ് ഡാറ്റ ലേൺ ചെയ്തെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും ഒന്ന് പഠിക്കുന്നുണ്ട്. ഈ ഒരു ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇനി അടുത്തത് പറയുമ്പോൾ നമുക്ക് എന്താ കുറച്ചും കൂടി ക്യാച്ച് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് നമ്മൾ ഫീഡ് ചെയ്യുന്ന ഇതില്ലേ, അതായത് ഡാറ്റ സെറ്റിൽ, ഈ ഡാറ്റ സെറ്റ് നമ്മൾ എന്ത് ചെയ്യും ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കും. നമ്മൾ നേരത്തെ കൊടുത്തു, അതായത് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ കൊടുത്ത് റെയിനാണ് നമ്മളെ അല്ല റെയിനി മഴ പെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള നമ്മൾ ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്രോച്ചിൽ നമ്മൾ എന്ത് ചെയ്യും മീൻസ് മഴ പെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള നമ്മൾ ഔട്ട്പുട്ട് അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ ലേബിൾ ചെയ്തിട്ടാണ് കൊടുക്കുക അല്ലേ. അപ്പോൾ മൊത്തം ഒരു സൂപ്പർവൈസ്ഡ് അല്ല, നമ്മൾ ഫുൾ സൂപ്പർവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് ഇൻപുട്ട് ഫീച്ചേഴ്സ് ഒക്കെ എത്ര വരുമ്പം ഔട്ട്പുട്ട് ഇന്നതാവണം. പിന്നെ രണ്ടാമത് ഇപ്പം വേറൊരു ഇതാണ്, ഇത് സ്റ്റുഡൻസിന്റെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ഡാറ്റ റെക്കോർഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ സ്കോർ ആണ് അവന്റെ ഔട്ട് എന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റ് ആയ എല്ലാ ഇൻപുട്ടും കൊടുക്കുക. ഇതിപ്പോൾ അവന്റെ അറ്റൻഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവന്റെ IQ ആയിക്കോട്ടെ, അവന്റെ എന്താ പറയുക മീൻസ് എത്ര ഹവർ പഠിക്കുന്നുണ്ട്, എത്ര ഹവർ ഉറങ്ങുന്നുണ്ട്, ഈ ഒരു എല്ലാ ഒരു ഇൻപുട്ട് ഫീച്ചേഴ്സും കൊടുത്തുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ടും കൊടുക്കും അല്ലേ. ഇങ്ങനെ നമ്മൾ എല്ലാ ഒരു മീൻസ് ഒരു സൂപ്പർവിഷൻ ഫുള്ളി സൂപ്പർവൈസ്ഡ് ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, സൂപ്പർവൈസ്ഡ് അപ്രോച്ച് എന്ന് പറയും അല്ലെ. ഇൻ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ദ ട്രെയിനിങ് സെറ്റ് യു ഫീഡ് ടു ദ അൽഗോരിതം. അതായത് അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മളെ മോഡൽ, ഈ മോഡലിലേക്ക് നമ്മൾ അൽഗോരിതത്തിലേക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ്സ് ദ ഡിസൈർഡ് സൊല്യൂഷൻസ് അല്ലെ. അതായത് നമ്മൾക്ക് ഏത് തരത്തിലുള്ള ഔട്ട്പുട്ട് ആണ് വേണ്ടത് ആ ലേബിൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഏത് കോൾഡ് ലേബിൾസ്. ദ മോഡൽ ഈസ് ട്രെയിൻഡ് ഓൺ ദ ലേബിൾഡ് ഡാറ്റ സെറ്റ്, മീനിങ് ഈച്ച് ഇൻപുട്ട് കംസ് വിത്ത് ദ കറക്റ്റ് ഔട്ട്പുട്ട് അല്ലേ. ഇത് നമ്മൾ ഇവിടെ കൊടുത്ത മാതിരി എല്ലാ ഔട്ട്പുട്ടും എല്ലാ ഇൻപുട്ടും അതിൻ്റെതായ ലേബിൾ ചെയ്യപ്പെട്ട ഔട്ട്പുട്ടിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ സൂപ്പർവിഷൻ കൊടുക്കുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ മോഡലാണ് ലീനിയർ റിഗ്രഷൻ. ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതായത് ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. അതായത് ഇപ്പം ഹ്യൂമിഡിറ്റി ഇത് മാത്രം വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക വെതർ ഫോർകാസ്റ്റ് ചെയ്യാൻ വെതർ പ്രിഡിക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു ലീനിയർ ഇത് മീൻസ് എന്താ പറയുക ഒരു ലീനിയർ ലൈനിൽ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മളിത് പഠിക്കും എന്താണ് മോഡൽസും മീൻസ് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ. അതായത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ SVM, ഡിസിഷൻ ട്രീസ്, ഇതൊക്കെ എന്താ പറയുക നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ വരുന്ന കുറച്ച് മോഡൽസ് ആണ്. ജസ്റ്റ് പേരൊക്കെ ഒന്ന് അറിയപ്പെടും. ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാറ്റഗറിയിലേക്കാണോ മീൻസ് എന്താ പറയുക നമ്മൾ ട്രെയിൻ ചെയ്ത ഔട്ട്പുട്ട്, അതായത് നമ്മൾ പുതിയ ഇൻപുട്ട് ഏത് കാറ്റഗറിയിലേക്കാണോ പോകേണ്ടതെന്നുള്ള ഡിസൈൻ ചെയ്യുന്ന ഒരു ഇതാണ്. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അല്ല. അതായത് നമ്മൾ എന്താ ചെയ്യുക, അതായത് നമ്മളിപ്പോൾ ഇവിടെ റെയിൻ്റെ റേറ്റ് കൊടുത്തില്ല, അതായത് റെയിൻ്റെ റേറ്റ് കൊടുത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയുക, ഇത് മീൻസ് എന്താ പറയുക കാലാവസ്ഥ, അതായത് നമുക്ക് ഇതിന് ഗ്രൂപ്പ് ചെയ്യാൻ കഴിയും അല്ലേ. അതായത് ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻസിൻ്റെ റെക്കോർഡ്സ് മൊത്തം ഉണ്ട്, അതിൽ സ്റ്റുഡൻസിൻ്റെ സ്കോർ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് കഴിയുക, അതായത് എനിക്ക് അവിടെ അതിൻ്റെ മേലെ എന്തൊരു അപ്രോച്ചാണ് കൊടുക്കാൻ കഴിയുക, അതായത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. ഇത്ര പഠിക്കുന്ന കുട്ടികളെ അല്ലേ, എന്താ പറയുക ഇത്ര ശതമാനം, ഇതിപ്പോൾ എന്താ പറയുക ഇത്ര ഏജുള്ള ഒരു കുട്ടി, ഇത്ര ഹവർ പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഇത്ര ഒരു ബിലോ ആവറേജ് അങ്ങനെ ഈസിലി ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള കുട്ടീൻ്റെ നമുക്ക് ഔട്ട്പുട്ട് ലേബിളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെഷീൻ ലേണിംഗ് അപ്രോച്ച് വെച്ചിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യുക, അതായത് ഗ്രൂപ്പാക്കി തിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ പല അപ്ലിക്കേഷൻസ് നമ്മൾ എന്താണെന്ന് നോക്കാം. ഇൻ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ദ ട്രെയിനിങ് ഡാറ്റ ഈസ് അൺലേബിൾഡ്. The model is trained on unlabeled data. It tries to find out hidden patterns or structure without being explicitly programmed. അതായത് നമുക്ക് ഔട്ട്പുട്ട് ഇല്ല നമ്മളെ കയ്യിൽ അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഏത് ബിയർ ആൻഡ് ഡയപ്പറിന്റെ ഒരു കണക്ഷൻ ഒരു അസോസിയേഷൻ കണ്ടെത്തിയത് നമുക്ക് എന്താ കൊടുക്കാനുള്ള ഔട്ട്പുട്ട് ഇല്ല. നമ്മൾ എന്താ കണ്ടത്, അതായത് നമ്മളെ ഇൻപുട്ട് വെച്ചും കണ്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വാങ്ങിയത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് കണ്ടെത്തുക ചെയ്ത് അല്ലേ. അത് വെച്ചിട്ടാണ് എന്താ പറയുക മീൻസ് ആ ഒരു മീൻസ് എന്താ പറയുക പാറ്റേൺ കണ്ടെത്തിയപ്പോഴാണ് ഇവർ തമ്മിലുള്ള ഒരു കോറിലേഷൻ അവർ എന്താ പറയുക പ്രിഡിക്റ്റ് ചെയ്തത് അല്ലേ. അതുപോലെ ഇൻ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ദ ഡാറ്റ ഈസ് ട്രെയിനിങ് ഡാറ്റ ഈസ് അൺലേബിൾഡ്. അതായത് നമ്മൾ കൊടുത്ത ഡാറ്റയിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല, അതായത് ഓൺലി ഇൻപുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വെച്ചിങ്ങാണ്ട് മോഡൽ എന്താ ചെയ്യാൻ കഴിയുക, മെഷീൻ ലേണിംഗ് അപ്രോച്ചിൽ എന്താ ചെയ്യാൻ കഴിയുക, അതായത് അതിന് തമ്മിലുള്ള പാറ്റേൺസ് കണ്ടെത്തിങ്ങാണ്ട് ഗ്രൂപ്പാക്കി തിരിക്കാനും അല്ലെങ്കിൽ അതായത് സ്ട്രക്ചർ, അതായത് എങ്ങനെയൊക്കെയാണോ ആ ഒരു എന്താ പറയുക ഡാറ്റ സ്പ്ലിറ്റായി കിടക്കുന്നത്, എങ്ങനെയൊക്കെയാണോ എന്താ പറയുക ഗ്രൂപ്പ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ അത് പറഞ്ഞുതരാം. ഇത് K-മീൻസ് ക്ലസ്റ്ററിങ്, അതായത് അതൊരു എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മോഡലാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആപ്ലിക്കേഷൻ. അത് ഞാൻ പറഞ്ഞു തരേണ്ടത് K-മീൻസ് ക്ലസ്റ്ററിങ് എന്തിനാ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ അതായത് നമുക്ക് എത്ര എന്താ പറയുക ഗ്രൂപ്പ് ആക്കാനാണ് ആ ഗ്രൂപ്പിലേക്ക് മാറ്റാനാണ് വരുന്നത്. പിന്നെ പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസ്, അതൊരു ഫംഗ്ഷൻ ആണ്. അത് നമ്മൾ എന്താ ഹൈ ഡയമെൻഷണൽ ഡാറ്റേനെ ലോ ഡയമെൻഷണൽ ഡാറ്റയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലേ. അതായത് ഹൈ റെസൊല്യൂഷൻ ഇമേജസിനൊക്കെ ആ ഇമേജസിൻ്റെ
ഏത് ക്ലാരിഫിക്കേഷൻ ഏത് ഇമേജസിൻ്റെ മീനിങ് നഷ്ടപ്പെടാണ്ട് നമ്മൾ റെസൊല്യൂഷൻ ഡൗൺ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കൊക്കെയാണ് PCA എന്ന് പറഞ്ഞത്. അതൊക്കെ എന്താണ് നമ്മളത് സിലബസ് മുന്നോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അതായത് പേരിൽ തന്നെ ഉണ്ട് നമ്മൾ കുറച്ച് സൂപ്പർവിഷൻ കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അതെങ്ങനെയായിരിക്കും, അതായത് ഇൻ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഈസ് എ മെഷീൻ ലേണിംഗ് അപ്രോച്ച് ദാറ്റ് യൂസസ് എ സ്മോൾ എമൗണ്ട് ഓഫ് ലേബിൾഡ് data combined with a large amount of unlabeled data to improve learning accuracy. അതായത് ഒരു എന്താ പറയുക, നമ്മൾ കുറച്ച് ലേബിൾഡ് ഡാറ്റ അല്ലെ, അപ്പോൾ ഒരു 100 കുട്ടികളുടെ ഇപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ 100 ലേബിൾ അല്ല, ഒരു 1000 ലേബിൾഡ് ഡാറ്റ സെറ്റ്, എന്താ ലേബിൾ ചെയ്യപ്പെട്ട ഡാറ്റ വെച്ചിട്ട് കുറച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്യും. അതായത് കുറച്ച് കുട്ടികളുടെ എന്താ പറയുക ലേബിൾ ചെയ്യപ്പെട്ട ഡാറ്റ സെറ്റ് വെച്ചിട്ട് കുറച്ച് എന്താ പറയുക മെഷീൻ മോഡൽ ട്രെയിൻ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, പിന്നെ അൺലേബിൾഡ് ഡാറ്റ സെറ്റ് വെച്ചിട്ട് ഈ ഒരു എന്താ പറയുക, അതായത് ഇന്ന കാറ്റഗറിയിൽ വരുന്ന അല്ല, ഈ ഒരു എന്താ പറയുക ഏതൊക്കെ കുട്ടികളാണോ സിമിലർ ആയിട്ടുള്ള കുട്ടികളെ ആ ലേബിളിലേക്ക് നമ്മൾ എന്താ പറയുക അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിനാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് but it is useful when labeling data is costly or time consuming, but large the labeled data and uses patterns in the unlabeled data to refine its prediction. അതായത് നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം സ്റ്റുഡൻസിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് അതൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഈസ് എ മെഷീൻ ലേണിംഗ് അപ്രോച്ച് ദാറ്റ് യൂസസ് എ സ്മോൾ എമൗണ്ട് ഓഫ് ലേബിൾഡ് ഡാറ്റ കമ്പൈൻഡ് വിത്ത് എ ലാർജ് എമൗണ്ട് ഓഫ് അൺലേബിൾഡ് ഡാറ്റ ടു ഇംപ്രൂവ് ലേണിംഗ് അക്യുറസി. ഇപ്പം ഈ ഒരു കേസിൽ നമുക്ക് എല്ലാ കുട്ടികളുടെ ഡാറ്റ മീൻസ് എല്ലാ കുട്ടികളെയും ലേബിൾ ചെയ്യാൻ പറ്റാൻ പാടില്ല അല്ലേ. അതായത് എന്താ പറയുക, അപ്പോൾ മീൻസ് എല്ലാ കുട്ടികളും റെക്കോർഡ് വെച്ച് കണ്ട് അവൻ്റെ സ്കോർ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, സ്കോറല്ല ഇപ്പോൾ വേറെ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതായത് ഒരു 1000 കുട്ടികളുടെ എന്താ പറയുക ലേബിൾ ചെയ്യുക, 1000 കുട്ടികളെ മേലെ വെച്ചുകൊണ്ട് ഒരു സ്റ്റഡി നടത്തിങ്ങാണ്ട് അവരെ ലേബിൾ ചെയ്യുക, കറക്റ്റ് ലേബിൾ ചെയ്യും അല്ലേ. ഇന്ന ഇത്ര ഹവർ പഠിക്കുന്ന ഒരു കുട്ടി, ഇത്ര IQ ഉള്ളൊരു കുട്ടി ഈ കാറ്റഗറിയിലേക്ക് വരും, മറ്റേ കുട്ടി ഈ കാറ്റഗറിയിലേക്ക് വരും. ഇങ്ങനെ നമ്മൾ കാറ്റഗറി ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10,000 അല്ലെങ്കിൽ മീൻസ് അതിൽ കൂടുതലോ കുട്ടികളുടെ ഡാറ്റാസ് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു കമ്പാരിസൺ വെച്ചിങ്ങാണ്ട് അല്ലെ, ഈ ഒരു അൺലേബിൾഡ് ഡാറ്റ സെറ്റിലെ പാറ്റേൺ വെച്ചിങ്ങാണ്ട് ഏതൊക്കെ കുട്ടികൾ ഏതൊക്കെ ലേബിളിലേക്കാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താനും ഈ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് യൂസ് ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഫുൾ വെൻ ലേബിളിംഗ് ഡാറ്റ ഈസ് കോസ്റ്റ്ലി ഓർ ടൈം കൺസ്യൂമിംഗ് ബട്ട് ലാർജ് വോളിയൂംസ് ഓഫ് ദ അൺലേബിൾഡ് ഡാറ്റ ആർ അവൈലബിൾ. ദ മോഡൽ ലേൺസ് ഫ്രം ദ labeled data and uses patterns in the unlabeled data to refine its prediction. അല്ല, നമ്മൾ എക്സാമ്പിൾ ആണ് ഗൂഗിൾ ഫോട്ടോസ് ഞാൻ കൊടുത്തത്. അതായത് എന്താ പറയുക, ഗൂഗിൾ ഫോട്ടോസിന്റെ എന്താ പറയുക മീൻസ് ഒരു ഫോട്ടോന്ന് വെച്ചിട്ട് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഫോട്ടോ ലേൺ ചെയ്തുകൊണ്ട് ഓരോ ആൾക്കാരെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് അല്ലെ, ഇന്ന ആൾക്കാരൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് പിന്നെ ആ ആളെ ഫോട്ടോ ഗൂഗിൾ ഫോട്ടോയിൽ എവിടെ വന്നു കഴിഞ്ഞാലും അവരെന്ത് ഗ്രൂപ്പ് ആക്കി തിരിക്കാൻ ഗൂഗിൾ ഫോട്ടോസ് ചെയ്യുന്നത് ഈ ഒരു സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്രോച്ച് ആണ്. ഓക്കെ, ഇനി വരുന്നത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് അല്ലെ. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ല, അത് കുറച്ച് വ്യത്യസ്തമാണ്. അവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, ദ ലേണിംഗ് സിസ്റ്റം കോൾഡ് ആൻ ഏജന്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് who can observe the environment, select and perform actions and get rewards in return. അതായത് ഇത് ടെക്സ്റ്റ് ബുക്കിലത്തെ ഡെഫിനിഷൻ കൊടുത്തത്, അത് വേറെ ഒന്നുമല്ല. അതായത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ എങ്ങനെ ലേണിംഗ് അപ്രോച്ച് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജന്റ് ഉണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് ഒരു ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. സോറി, അതായത് ഒരു ഏജന്റ് ഉണ്ടാവും. ഈ ഏജന്റ് ആയിരിക്കും നമ്മളെ ഡിസിഷൻ മേക്കർ. ഓക്കെ, ഈ ഏജന്റ് ആയിരിക്കും നമ്മളെ ഡിസിഷൻ മേക്കർ. അതായത് ഈ ഏജന്റ് ആയിരിക്കും നമ്മളെ മറ്റേ മോഡൽ എന്ത് ചെയ്യണം. ഇതിപ്പോൾ മോഡൽ ഇപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു വാക്കിംഗ് അല്ല ഒരു വാക്കിംഗ് റോബോട്ടിനാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡൽ എന്ത് ചെയ്യും, അതായത് ഒരു ഈ റോബോട്ടായിരിക്കും നമ്മളെ ഏജന്റ് അല്ലേ. അപ്പോൾ വാക്ക് ചെയ്യണം മീൻസ് നടക്കാൻ പഠിക്കുന്ന ഒരു റോബോട്ടാണെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, അവൻ്റെ ഒരു ആക്ഷൻ അവർ തീരുമാനിക്കും. അതായത് അവൻ്റെ ആക്ഷൻ ഓൺ എൻവിറോൺമെന്റ് അതായത് ഓന് ഈ റോബോട്ട് ഏതൊക്കെ പരിസരത്താണ് ഏതൊക്കെ സ്ഥലത്താണോ അവൻ ആക്ട് ചെയ്യുന്നത് അല്ലെ, ഏതൊക്കെ ബിഹേവ് ചെയ്യുന്നത് അതൊക്കെ അവൻ്റെ എൻവിറോൺമെന്റ്സ്. അതായത് ഇപ്പോൾ വാക്ക് ചെയ്യാൻ പോണ ഒരു എന്താ പറയുക ഒരു വാക്ക് ചെയ്യാൻ പോണ ഒരു റോബോട്ടിന്റെ എൻവിറോൺമെന്റ്സ് അവൻ്റെ മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾ ആണ്, പിന്നെ അവൻ നിലത്ത് നിൽക്കുന്ന ഫ്ലോർ ആണ്, അതൊക്കെ ആയിരിക്കും അവൻ്റെ സർഫേസ് അല്ലെ. ഈ ഒരു സർഫേസിലൊക്കെ അവൻ എന്ത് ചെയ്യും, ആക്ട് ചെയ്യുന്നുണ്ട് എൻവിറോൺമെന്റ്. അപ്പം അവനെങ്ങനെ ലേൺ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ്
The learning, the called an agent in this context can observe the environment. അല്ലെ, അത് ഒബ്സർവ് എന്ന് അവന് ആ എൻവിറോൺമെന്റ് ഒന്നും മനസ്സിലാക്കാൻ കഴിയും. എന്ത്? സെലക്ട് ആൻഡ് പെർഫോം ആക്ഷൻസ്, അതായത് അവൻ ആക്ഷൻ ചെയ്ത് ഈ ഒരു എൻവിറോൺമെന്റ് മേലെ ആക്ഷൻ ചെയ്ത് എന്നിട്ട് and get rewards in return or penalties in the form of negative reward. അതായത് ഇപ്പം അവനിപ്പോൾ വോക്ക് ചെയ്തപ്പോൾ ഒബ്സ്ട്രക്കിൾ അവൻ തട്ടി എന്താ പറയുക ഒബ്സ്ട്രക്കിൾ മറികടക്കാൻ സാധിച്ചില്ലെങ്കിൽ അവന് നെഗറ്റീവ് റിവാർഡായിട്ട് എന്ത് കിട്ടും? ഒരു റിവാർഡ് കിട്ടും. അതായത് നെഗറ്റീവ് റിവാർഡ് കിട്ടും. ഇവിടെ നമ്മൾ റിവാർഡ് എന്ന് കൊടുക്കാം അല്ലേ. അതായത് അവൻ ആ ഒബ്സ്ട്രക്കിൾ മറികടക്കാനാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒബ്സ്ട്രക്കിൾ മറികടന്നാൽ അവന് പോസിറ്റീവ് റിവാർഡും ഇപ്പം അവൻ എന്താ പറയുക മറികടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റിവാർഡും കൊടുക്കും അല്ലേ. അപ്പൊ എത്രത്തോളം നന്നായിട്ട് മറികടന്നതിന് പോസിറ്റീവ് റിവാർഡ് ഇത് കൂടുകയും എത്രത്തോളം നെഗറ്റീവ് എത്രത്തോളം എന്താ പറയുക ബാഡായിട്ട് ഒബ്സ്റ്റക്കിള് അവൻ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള നെഗറ്റീവ് റിവാർഡ് ആയിട്ടും കിട്ടും അല്ലേ. ഈ റിവാർഡ് അവൻ എന്ത് ചെയ്യും? ഈ ഐഡന്റിഫൈ ചെയ്ത റിവാർഡെല്ലാം ഒരു പോളിസി എന്നൊരു ടേമിൽ അപ്ലൈ ചെയ്യും. പോളിസി പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് ഒരു പോളിസിയാണ് അവൻ്റെ സ്ട്രാറ്റജി അല്ലേ. അതായത് അവൻ ആക്ഷൻ എടുക്കാൻ എന്തൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ, അതായത് പോളിസി ബെസ്റ്റ് സ്ട്രാറ്റജി. അതായത് ഇറ്റ് മസ്റ്റ് ദെൻ ലേൺ ബൈ ഇറ്റ് സെൽഫ് വാട്ട് ഈസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി കോൾഡ് പോളിസി. അതായത് പോളിസി എന്ന് പറഞ്ഞാൽ എങ്ങനെ മൂവ് ചെയ്യണം, അതായത് മീൻസ് എത്ര പ്രഷർ അപ്ലൈ ചെയ്യണം, എങ്ങനെ ഒരു ഒബ്സ്റ്റക്കിൾ മറികടക്കണം, ഒബ്സ്റ്റക്കിൾ ഓവർകം ചെയ്യണം അല്ലെങ്കിൽ സൈഡിൽ കൂടെ മാറിക്കിടക്കുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പോളിസിയാണ് അവൻ്റെ അല്ലേ. ഈ ഒരു പോളിസി റിവാർഡിനനുസരിച്ചിട്ട് ഇപ്പോൾ നെഗറ്റീവ് റിവാർഡ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ പോളിസി മൊത്തം മാറ്റിയിട്ട് വേറൊരു പോളിസി കൊണ്ടുവരുന്നുണ്ട് അല്ലേ. അങ്ങനെ പോളിസി മാറ്റി റിവാർഡിനനുസരിച്ചിട്ട് പോളിസി മാറ്റും. എന്തിൻ്റെ മേലെ? അതായത് അവനൊരു സ്റ്റേറ്റ്, അതായത് അവൻ ഒരു സ്റ്റേറ്റ് ഉണ്ടാവും അല്ലേ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൻ്റെ ഏജന്റ് ഏതൊരു രീതിയിലാണോ ട്രെയിൻ ചെയ്ത് മീൻസ് ഏതൊരു രീതിയിലാണോ പെരുമാറുന്നത് അതായിരിക്കും അവൻ്റെ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിൻ്റെ മേലെ ഈ പോളിസി അവന് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ മീൻസ് ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏജന്റ് ഉണ്ടാവും. അതായത് ഈ ഏജന്റ് ആയിരിക്കും ലേൺ ചെയ്യുക അല്ലെ, ഏജന്റ് ആയിരിക്കും ആക്ഷൻ എടുക്കുക അധികാരമുള്ളത്. ഈ ആക്ഷൻ എടുക്കുമ്പോൾ എൻവിറോൺമെന്റിന് മേലെ ഒരു ആക്ഷൻ എടുക്കുക. അതായത് അവൻ്റെ എൻവിറോൺമെന്റ് അവൻ ഏതൊക്കെ ആണോ അവൻ്റെ എൻവിറോൺമെന്റ്, അതായത് ഏതൊക്കെയാണോ അവൻ ബിഹേവ് ചെയ്തത് അതൊക്കെ അവൻ്റെ എൻവിറോൺമെന്റ് ആയിരിക്കും. ഈ എൻവിറോൺമെന്റിന് മേലേക്ക് അവൻ ആക്ഷൻ എടുക്കാം. ഈ ആക്ഷൻ വെച്ചിട്ട് അവൻ എന്ത് ചെയ്യും? ഒരു റിവാർഡ് കിട്ടും അല്ലേ. അതായത് എൻവിറോൺമെന്റ് റിവാർഡ് കൊടുക്കും അല്ലേ. അതായത് പോസിറ്റീവ് ആണെങ്കിൽ നല്ല ഒരു മീൻസ് നല്ല മൂവ് ആണെങ്കിൽ പോസിറ്റീവ് റിവാർഡ് കൊടുക്കും, ചീത്ത മൂവ് ആണെങ്കിൽ നെഗറ്റീവ് റിവാർഡ് കൊടുക്കും. ഈ റിവാർഡ് അനുസരിച്ച് അവൻ അവൻ്റെ പോളിസിയിൽ മാറ്റം വരുത്തും. പോളിസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുമ്പോൾ എത്ര പ്രഷർ കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ സ്ട്രൈറ്റ് ആയി നിൽക്കണോ അല്ലെങ്കിൽ ബെൻഡായിട്ടാണോ നിൽക്കുന്നത്, ആ ഒരു മറ്റേ റിവാർഡിനനുസരിച്ചിട്ട് അവൻ്റെ പോളിസി മാറ്റും. എന്നിട്ട് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ഈ സ്റ്റേറ്റ് വെച്ചിട്ട് ഈ ഒരു പോളിസി പ്ലസ് സ്റ്റേറ്റ് വെച്ചിട്ട് അടുത്ത ആക്ഷൻ എടുക്കും. അതങ്ങനെ റിയൽ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പഠിക്കുന്ന ലേണിംഗ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് പഠിക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് അല്ലേ, ഇത് വായിച്ചു നോക്കാം. ദ learning system called an agent, an agent and learning system in this context can observe the environment, select and perform actions and get rewards in the return or penalties in the form of negative rewards അല്ലേ. And it must then learn by itself what is the best strategy called policy അല്ലേ. ഏത് പോളിസി ആണോ അവന് നല്ലോണം ഒബ്സ്റ്റക്കിൾ മറികടക്കാൻ കഴിയുന്നത് അതായിരിക്കും അവൻ്റെ ലാസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. A policy defines what action agent should choose when it's given in a situation. ഒരു സിറ്റുവേഷനിൽ ഏത് പോളിസി ആണോ എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് അല്ലെ. അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് ഒരു ജസ്റ്റ് ഒരു റോബോട്ട് വാക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ പല അപ്ലിക്കേഷൻസും വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ പറഞ്ഞതാണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ടോപ്പിക്കായത് എന്താ പറയുക, ബാച്ച് ആൻഡ് ഓൺലൈൻ ലേണിംഗ്. അതായത് നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ സിസ്റ്റത്തിൻ്റെ ഡിവിഷൻസ് ആണ് പറയുന്നത് അല്ലേ. ആ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി അതായത് വെദർ ഓർ നോട്ട് ദേ ക്യാൻ ലേൺ ഇൻക്രിമെൻ്റലി ഓൺ ദ ഫ്ലൈ. അതായത് നമ്മൾ മെഷീൻ ലേണിങ്ങിന് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിക്കും നമ്മളെ മോഡൽ. അങ്ങനെയാണ് അൽഗോരിതം എഴുതിയത് അല്ലേ. അത് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യാട്ടോ. ഇവിടെ ഈ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ ഡിപ്ലോയ് ചെയ്തതിന് ശേഷം ഫ്ലൈ ചെയ്യുന്നു. അതായത് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് നമ്മളെ മോഡലിൽ പഠിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അൽഗോരിതം സെറ്റാക്കിയത് അതനുസരിച്ചിട്ടാണ് ഈ ബാച്ച് ആൻഡ് ഓൺലൈൻ ലേണിംഗ് ആയിട്ട് തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ another criterion used to classify machine learning system is whether or not the system can learn incrementally from a stream of incoming data അല്ലേ. അതായത് ഇതിൽ പറയുന്നത് മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിന് നമ്മൾ എന്താ പറയുക,
നമ്മളൊരു ഇതിൻ്റെ മേലെ, അതായത് നമ്മളൊരു ഡാറ്റ സെറ്റിൻ്റെ മേലെ ട്രെയിൻ ചെയ്ത് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ മോഡൽ നമ്മൾ ഡിപ്ലോയ് ചെയ്ത്, പക്ഷേ പിന്നെയും ഓരോ യൂസ് കേസ് വരുമ്പോഴും ഓരോരോ ഡാറ്റ അല്ലെങ്കിൽ ഓരോരോ എക്സാമ്പിൾ അല്ലെങ്കിൽ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ലഭിക്കുക അല്ലേ. ഈ ഒരു എക്സ്പീരിയൻസിൽ ഈ ലേണിംഗ് മോഡൽ എത്രത്തോളം പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഠിക്കുന്നില്ലേ എന്നൊക്കെ എന്താ പറയുക, എന്നൊക്കെ നമ്മൾ എന്നൊക്കെ എങ്ങനെ അൽഗോരിതം എഴുതി വെക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ രണ്ടാക്കി തിരിക്കുന്നത്. ബാച്ച് BS, അതായത് ബാച്ച് ലേണിംഗ്, അല്ലെങ്കിൽ വേറെ രണ്ടാമത്തത് വരുന്നത് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് അല്ലേ, ബാച്ച് ആൻഡ് ഓൺലൈൻ ലേണിംഗ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. അതായത് ഒരു മോഡൽ നമ്മളെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഡാറ്റ സെറ്റിൻ്റെ മേലെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് ഈ മോഡൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുക. അതിൽ ഈ മോഡൽ നമ്മൾ ഒരു യൂസ് കേസിൽ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഈ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം നമ്മളെ ഇൻപുട്ടിലേക്ക്, അതായത് നമ്മളെ മെഷീൻസിലോട്ട് വരുന്ന ഓരോരോ പുതിയ ഡാറ്റ സെറ്റിനുമിലും ഈ ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് മെഷീൻ പഠിക്കുന്നോ അല്ലെങ്കിൽ പഠിക്കേണ്ടതെന്നുള്ള മീൻസ് ഡിഫറൻസിനാണ് നമ്മൾ ബാച്ച് ലേണിംഗ് ആൻഡ് ഓൺലൈൻ ലേണിംഗ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഒരു എന്താ പറയുക, ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എന്താ പറയുക, ഇപ്പോൾ ഒരു ഡാറ്റ സെറ്റിൻ്റെ മേലെ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് അല്ലേ, ഇത് നമ്മളെ ഡാറ്റ സെറ്റാണ്. ഈ ഡാറ്റ സെറ്റിൻ്റെ മേലെ നമ്മൾ ലേൺ ചെയ്തെങ്ങാണ്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് അല്ലേ, അതായത് ഇപ്പം ഇത് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അല്ലേ, ഇതാണ് ഒരു എന്താ പറയുക ബേസിക് വർക്ക് ഫ്ലോ അല്ലേ. നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ നമ്മൾ സർവറിലേക്ക് ഡിപ്ലോയ് ചെയ്യുക. അതായത് നമ്മളെ യൂസ് കേസ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുക, അതായത് ഇനി ഓൺലൈൻ ആയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് മീൻസ് പിന്നീടുള്ള ആവശ്യം നമ്മൾ സെർവറിലേക്ക് ഡിപ്ലോയ് ചെയ്യുക അല്ലേ. ഈ സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് സെർവർ ഈസ് എ കമ്പ്യൂട്ടർ അല്ലേ. അതായത് നമ്മൾ ഇപ്പോൾ ഏതൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളത് സെർവറിലാണ് കൊടുക്കുക അല്ലേ. അത് മീൻസ് വേറെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ അല്ലേ, നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ മാത്രമല്ല യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ സെർവറിലേക്ക് കൊടുക്കുമ്പോൾ സെർവർ ഹോസ്റ്റ്, അതായത് നമ്മൾ ഈ നമ്മളെ മോഡൽ നമ്മൾ എന്ത് ചെയ്യുക, സെർവറിലിട്ട്, അപ്പോൾ ഈ സെർവറത്തെ ആർക്ക് വേണമെങ്കിലും മീൻസ് പുറത്തത്തെ മീൻസ് ഒരു യൂസേഴ്സ് മീൻസ് അതായത് എന്താ പറയുക റിയൽ വേൾഡ് യൂസേഴ്സ് വരും സെർവറിൽ നിന്ന് അയക്കും അല്ലേ. അടുത്തത് വരുന്നതാണ് എന്താ പറയുക ബാച്ച് ലേണിംഗ് ആൻഡ് ഓൺലൈൻ ലേണിംഗ്. അതായത് നമ്മളിപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയും പല രീതിയിൽ ഓഫ് ലേണിംഗ് ഉണ്ട് അല്ലേ. ഈ ഒരു മീൻസ് ഇങ്ങനത്തെ ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്, ഇങ്ങനെ ഓരോന്ന് അപ്രോച്ചസ് ഉണ്ട് എന്നൊക്കെ അറിയാനാണ് നമ്മൾ ഈ ഒരു മീൻസ് എന്താ പറയുക ക്ലാസിഫിക്കേഷൻസും ടൈപ്സ് ഒക്കെ പറയുന്നത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാച്ച് ലേണിംഗ് എന്താ നോക്കാം. അതായത് നമ്മൾ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് അതൊരു ഡാറ്റ സെറ്റിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, ലേൺ ചെയ്ത് അല്ലേ. ആ ഒരു ഡാറ്റ സെറ്റിൻ്റെ മേലെ നമ്മൾ ലേൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതാണ് നമ്മൾ ലേൺ ചെയ്ത മോഡൽ. ഈ മോഡൽ എത്രത്തോളം നല്ലതാണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം ആദ്യം അല്ലേ. ടെസ്റ്റ് ചെയ്തിട്ട് മോഡൽ ഓക്കെ ആണ്, മോഡൽ പക്ക ആണ്, അതായത് മോഡൽ നമ്മൾ ഡാറ്റ സെറ്റിൻ്റെ മേലെ നല്ല വൃത്തിക്ക് ലേൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിപ്ലോയ് ചെയ്യുക, അതായത് നമ്മൾ മീൻസ് പുറത്തുള്ള യൂസേഴ്സിന് കൊടുക്കുക അല്ലെങ്കിൽ വേറൊരു യൂസ് കേസിന് ഓൺലൈൻ മീൻസ് എന്താ പറയുക സെർവറിലേക്ക് കൊടുക്കുക നമ്മൾ അല്ലേ. സെർവർ എന്താണെന്ന് അറിയില്ല, അതായത് സെർവർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് എവിടെയാണ് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ക്രിയേഷന് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ആണ് പ്രോഗ്രാം ചെയ്ത് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എക്സാമ്പിൾ ആട്ടോ, ഇത് മെഷീൻ ലേണിംഗ് അല്ല. ഇപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് നമ്മളെ കമ്പ്യൂട്ടറിൽ ഇട്ടാൽ പുറത്തെ യൂസേഴ്സിന് ഒരിക്കലും യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെർവർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആയിരിക്കും അല്ലേ. ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. ഈ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് നമ്മളെ കമ്പ്യൂട്ടറും അതായത് യൂസേഴ്സിന്റെ കമ്പ്യൂട്ടറും നമ്മളെ വെബ്സൈറ്റും തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മളെ മോഡൽ എവിടെയാണോ ഡിപ്ലോയ് ചെയ്യുന്നത് അതാണ് സെർവർ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ഒരു സെർവറിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അല്ലേ. അപ്പം ഇതാണ് നമ്മളെ സെർവർ. ഈ സെർവറിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം എന്താ പറയുക, പുതിയ ഓരോ യൂസേഴ്സിന്റെ ഓരോ ഡാറ്റാസ് മീൻസ് ഓരോ യൂസേഴ്സ് വരുന്നതിനനുസരിച്ച് മെഷീൻ നമ്മളെ മോഡൽ ലേൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ലേൺ ചെയ്യുന്നില്ലേ എന്ന് നോക്കുന്നതിനാണ് അല്ലെ. അപ്പൊ ലേൺ ചെയ്യാൻ, അതായത് നമ്മൾ ബാച്ച് ലേണിങ്ങിൽ നമ്മൾ ഒരിക്കലും ലേൺ ചെയ്യുന്നില്ല അല്ലെ. അതായത് വൺസ് മോഡൽ നമ്മൾ ഡാറ്റ സെറ്റിൽ നിന്ന് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് ലേണിംഗ് കപ്പാസിറ്റി നിന്ന് അല്ലെ. പിന്നെ ഈ ഒരു പ്രീവിയസ്ലി ലേൺ ചെയ്ത ഡാറ്റ സെറ്റ് വെച്ചിങ്ങാണ്ട് അത് മീൻസ് എന്താ പറയുക റീട്രെയിൻ ആയിക്കൊണ്ടിരിക്കുക അല്ലെ. പുതിയൊരു ഡാറ്റ സെറ്റ് വരുമ്പോൾ പഴയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അത് ലേൺ ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ നോക്കാം, ഇൻ ബാച്ച് ലേണിംഗ് ദ system is incapable of learning incrementally. It must be trained using all the available data അല്ലെ. അപ്പോൾ ബാച്ച് ലേണിംഗിൽ നമ്മൾ
എന്താ പറയുക, നമ്മൾ ഒരിക്കലും ഒരു പ്രാവശ്യം ട്രെയിൻ ചെയ്ത ഡാറ്റ സെറ്റ് നമ്മൾ പിന്നെ ആ ഒരു ഡിപ്ലോയിന് ശേഷം നമ്മൾ ട്രെയിൻ ചെയ്യുന്നില്ല. എപ്പോഴല്ലാണ്ട് വേറെ അല്ലാണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ എന്ത് ചെയ്യും, ഒരു 24 hour അല്ല ഒരു മാസം അല്ലെങ്കിൽ നമ്മളൊരു സമയം വെക്കും. ഈ സമയം വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് റിട്ടേൺ എടുത്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോറി അടുത്തത് വരുന്നത് ബാച്ച് ലേണിംഗ് ആൻഡ് ഓൺലൈൻ ലേണിംഗ് ആണ് വരുന്നത്. അപ്പോൾ ബാച്ച് ലേണിംഗ് എന്താണ്, ഓൺലൈൻ ലേണിംഗ് എന്താണ്, ഇതൊക്കെ പറഞ്ഞതിന് മുന്നേ നമ്മളിപ്പം ഇതുവരെ പറഞ്ഞത് എന്താണ്, അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അല്ലെ, ഒരു മെഷീൻ ലേണിങ്ങിനെ ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലേണിംഗ്, അതായത് നമ്മൾ എന്താ പറയുക ടൈപ്സ് പഠിച്ചിട്ട് നമ്മൾ ലേണിംഗ് എന്ന പ്രോസസ്സ് കഴിഞ്ഞ അവിടെ അല്ലേ. അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഉണ്ട് അല്ലേ. ഈ ഒരു ലേണിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അർത്ഥം അല്ലേ. അതായത് ഞാൻ ഫസ്റ്റ് ഫ്ലോ പറഞ്ഞപ്പം അതായത് നമ്മൾ മോഡൽ ക്രിയേഷനാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ അല്ലേ. നമ്മൾ മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഡെപ്ലോയ് ചെയ്യുക അല്ലേ. ഈ ഡെപ്ലോയ് ചെയ്യുന്നതിൻ്റെ എന്താ പറയുക ടൈപ്സ് ആണ് ബാച്ച് ലേണിങ്ങും അല്ലെങ്കിൽ ഓൺലൈൻ ലേണിംഗും എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡാറ്റ സെറ്റിൻ്റെ മേലെ നമ്മളെ മെഷീൻ ലേണിംഗ് ലേൺ ചെയ്തത് സൂപ്പർവൈസ്ഡ് ആയിക്കോട്ടെ അൺസൂപ്പർവൈസ്ഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ആ ഒരു ലേൺ ചെയ്യപ്പെട്ട ഡാറ്റ സെറ്റിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മോഡൽ ഇവിടെ ക്രിയേറ്റ് ആയി അല്ലേ. ഈ മോഡൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി അല്ലേ. അതായത് ടെസ്റ്റിംഗ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ മെഷീൻ ലേണിംഗ് അല്ലേ. അതായത് മെഷീൻ ലേണിങ്ങിന് നമ്മൾ എല്ലാതും ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. ഈ ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡെപ്ലോയ് ചെയ്യുക. എന്തിൻ്റെ മേലെ, അതായത് നമ്മൾ ഔട്ടിലേക്ക് ഡിപ്ലോയ് ചെയ്യുകയാണ്, സെർവറിലേക്ക് ഡിപ്ലോയ് ചെയ്യുക. ഈ സെർവറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ ലേണിങ്ങിന് പിന്നെ അല്ല ഈ ഒരു ബാച്ച് ലേണിങ്ങിന് നമ്മൾ രണ്ടാമത് പഠിക്കാനുള്ള ഒരു അവസരം നൽകുന്നില്ല. അതായത് അങ്ങനെ നമ്മൾ അൽഗോരിതം ചെയ്യുന്നില്ല. അതായത് വൺസ് നമ്മളെ മെഷീൻ മോഡൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ സെർവറിൽ ഡിപ്ലോയ്, പിന്നെ നമുക്ക് എന്താ പറയുക റീട്രെയിൻ അല്ലെങ്കിൽ ഒന്നും പാടി ലേൺ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെർവറിനും രണ്ടാമതും നമ്മളെ സിസ്റ്റത്തിലേക്ക് എന്താ പറയുക നമ്മളെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക ചെയ്യുക. അതായത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺ ടൈം ട്രെയിനിങ് അതിനെ കൊണ്ട് സച്ച് എ ഹ്യൂജ് ഡാറ്റ സെറ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ എല്ലാ ഡാറ്റ സെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് എടുത്തുകൊണ്ട് ലേൺ ചെയ്ത് അങ്ങനെ എന്താ പറയുക എല്ലാ ഡാറ്റ സെറ്റും നമ്മൾ മെഷീൻ മോഡൽ വെച്ചിട്ട് ട്രെയിൻ ചെയ്യണം. അതാകുമ്പോൾ എന്താ പറയുക സച്ച് നല്ല പ്രൊഡിക്ഷൻ ആയിരിക്കും കിട്ടുക അല്ലേ. അതായത് ഒന്നും നഷ്ടപ്പെടുന്നില്ല അവിടെ. അതായത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടാണെങ്കിൽ ഇൻ ബാച്ച് ലേണിംഗ് ദ സിസ്റ്റം ഈസ് ഇൻകാപ്പബിൾ ഓഫ് ലേണിംഗ് ഇൻക്രിമെന്റലി. അതായത് ഒറ്റ പ്രാവശ്യം ലേൺ ചെയ്യുന്നുള്ളൂ. അതായത് കൂടുതൽ ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവറിന് നടക്കുന്നില്ല. അത് നമ്മൾ തിരിച്ച് നമ്മളെ ഓഫ്ലൈൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്താ പറയുക ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് ബി ട്രെയിൻഡ് യൂസിങ് ഓൾ അവൈലബിൾ ഡാറ്റ. ദിസ് വിൽ ബി ജനറലി ടേക്ക് എ ലോട്ട് ടൈം ഓഫ് അതായത് ലോട്ട്സ് ഓഫ് ടൈം ആൻഡ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് അല്ലെ. അതായത് എന്താ പറയുക അത്യാവശ്യം നല്ലോണം ഡാറ്റ സെറ്റ് ഉണ്ടാവും അല്ലെ, എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ടാവും. അപ്പം ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ പോരാത്തതിന് കമ്പ്യൂട്ടർ റിസോഴ്സസും വേണ്ടി വരും അല്ലെ, നല്ലൊരു പ്രൊസസ്സർ അല്ലെങ്കിൽ GPU വേണ്ടി വരും. പിന്നെ സോ ഇറ്റ് ഈസ് ടിപ്പിക്കലി ഡൺ ഓഫ്ലൈൻ അല്ലെ. അത് എന്താ പറയുക അതുകൊണ്ട് തന്നെ നമ്മൾ സെർവർ എന്ന് പറയുമ്പോൾ വേറൊരു കമ്പ്യൂട്ടർ അല്ലേ. അതായത് ആ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ സെർവറിന് ഓരോ സ്പേസിന് പൈസ കൊടുക്കേണ്ടി വരും അല്ലെ. അതായത് കോസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ ഓഫ്ലൈനിൽ ചെയ്യുന്നത്, അത് നമ്മുടെ സ്വന്തം സിസ്റ്റത്തിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ദ സിസ്റ്റം ഈസ് ട്രെയിൻഡ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ഇൻ ടു ദ പ്രൊഡക്ഷൻ ആൻഡ് റൺസ് വിത്തൗട്ട് ലേണിംഗ് എനി മോർ. ഇറ്റ് ജസ്റ്റ് അപ്ലൈസ് വാട്ട് ഇറ്റ് ഹാസ് ലേൺഡ്. ദിസ് ഈസ് കോൾഡ് ഓഫ്ലൈൻ ലേണിംഗ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക രണ്ടാമതും ലേൺ ചെയ്യണം അല്ലേ. നമുക്ക് രണ്ടാമതും അപ്ഡേഷൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, രണ്ടാമതും മെഷീൻസിന് അതായത് നമ്മളെ മോഡലിനെ നമ്മൾ രണ്ടാമതും നമ്മളെ ഓഫ്ലൈനിലേക്ക് വലിച്ചെടുത്തിട്ട് ഇവിടെ നിന്ന് രണ്ടാമതും ട്രെയിൻ ചെയ്തുകൊണ്ട് പിന്നെയും ഡിപ്ലോയ് ചെയ്യുക. അപ്പം അതിനെന്താ ചെയ്യുക, അതിനൊരു നമ്മളൊരു എന്താ പറയുക സമയം വെക്കും അല്ലേ. അതിനൊരു യൂസ് കേസ് വരുന്നുണ്ട്. ചില സമയത്ത് ഇത് നല്ല രീതിയിൽ എഫക്റ്റ് ആവും, ചില സമയത്ത് എഫക്റ്റ് ആവില്ല. അപ്പം പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ലോഡ്സ് ഓഫ് ഡാറ്റ അല്ലെ. അറ്റ് എ ടൈം നമുക്ക് കുറേ ടൈമിൽ എന്താ പറയുക ഡാറ്റ ഇവിടെ അല്ലേ. അപ്പം ഇതിൻ്റെ ലോഡ്സ് ഓഫ് ഡാറ്റ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ലോഡ്സ് ഓഫ് ഡാറ്റ ഇത് ഡിസഡ്വാൻറ്റേജ് അല്ലേ. ലോഡ്സ് ഓഫ് ഡാറ്റ ഈ ഒരു സിസ്റ്റത്തിന് എന്താ പറയുക നമുക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് വരും. അല്ലേ. നമ്മൾ കുറേ ഡാറ്റയുടെ മേലാണ് എന്ത് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യുന്നത് അല്ലേ. അറ്റ് എ ടൈം ട്രെയിനിങ് ആണ്. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഹാർഡ്വെയർ അവൈലബിലിറ്റി അല്ലേ, അത്യാവശ്യം നല്ലോണം സിസ്റ്റത്തിന്റെ ഹാർഡ്വെയർ വേണ്ടി വരും അല്ലേ. ഹാർഡ്വെയർ അവൈലബിലിറ്റി. പിന്നെ വരുന്നത് എന്താ പറയുക
പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരിക്കലും ഈ ഒരു ബാച്ച് ലേണിംഗ് അല്ലെങ്കിൽ ബാച്ച് ഹോസ്റ്റിംഗ് ഒരിക്കലും നടക്കത്തില്ല, ബാച്ച് ലേണിംഗ് നടക്കത്തില്ല. കാരണം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രോണോ അങ്ങനെ അല്ലെങ്കിൽ സാറ്റലൈറ്റ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് അപ്രോച്ച് നമ്മൾ മോഡൽ ക്രിയേഷൻ ചെയ്ത് പറഞ്ഞാൽ വൺസ് ഡിപ്ലോയിഡ് ചിലപ്പോൾ നമുക്ക് എന്താ പറയുക തിരിച്ച് കോൾ ബാക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുക നെറ്റ്വർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മീൻസ് ഈ ഒരു മോഡൽ പുതിയ അവരുടെ മീൻസ് അവർ യൂസേഴ്സിന്റെ യൂസ് കേസിൽ എന്താ പറയുക മീൻസ് ഒരു വൃത്തിക്ക് മീൻസ് നല്ലൊരു ശരിയായ ഔട്ട് നൽകത്തില്ല അല്ലേ. പിന്നെ വരുന്നത് ഓഫ്ലൈൻ ലേണിംഗ് അല്ലേ. ഇത് ബാച്ച് ലേണിങ്ങിന് ഡിസ്അഡ്വാൻറ്റേജ് മാറ്റിയിട്ടാണ് ഓഫ്ലൈൻ ലേണിംഗ് വരുന്നത്, ഓൺലൈൻ ലേണിംഗ് വരുന്നത്. അതായത് ഇൻ ഓൺലൈൻ ലേണിംഗ് വി ട്രെയിൻ ദ സിസ്റ്റം ഇൻക്രിമെന്റലി ബൈ ഫീഡിങ് ഇൻ ദ ഡാറ്റ ഇൻസ്റ്റൻസ് സീക്വൻഷ്യലി. അതായത് നമ്മൾ എന്താ പറയുക ഓൺലൈൻ ലേണിങ്ങിൽ നമ്മൾ സെർവറിൽ വെച്ച് തന്നെ നമ്മൾ ചെറിയ 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 പോർഷൻസ് ഓഫ് ദ ഡാറ്റ ആണ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം ഒരു മോഡൽ ട്രെയിൻ ചെയ്തു, അതായത് നമ്മളൊരു നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡൽ ട്രെയിൻ ചെയ്തു അല്ലേ. ഇതാണ് നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡലിന് ജസ്റ്റ് ഇത് അല്ലേ, സോറി, ഇതാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് പേജ് എടുക്കാം. അതായത് ഇതാണ് നമ്മളെ അല്ലേ, ഇതാണ് നമ്മളെ ഡാറ്റ സെറ്റ്. ഈ ഡാറ്റ സെറ്റിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യാം മോഡല് അല്ലേ, നമ്മൾ ഡാറ്റ സെറ്റിന്റെ മേലെ നമ്മൾ മോഡൽ ട്രെയിൻ വെച്ചും കണ്ട് ഈ മോഡൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു മൂന്നും ജസ്റ്റ് എന്താ പറയുക ഇങ്ങനെ മൂന്നും കറക്റ്റ് പറയാം, അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ലേണിംഗ് മോഡൽ ക്രിയേഷൻ ടെസ്റ്റിങ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താ പറയുക നമ്മൾ സെർവറിലേക്ക് ഹോസ്റ്റ് ചെയ്ത് അല്ലേ. അതായത് സെർവറിലേക്ക് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ച് ലേണിങ്ങിൽ എന്താ അതായത് ബാച്ച് ലേണിംഗ് സെർവറിലേക്ക് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതും നമ്മളൊരു എന്താ പറയുക നമ്മളെ മോഡലിന് ട്രെയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ല അല്ലെ, മോഡൽ ലേൺ ചെയ്യുന്നില്ല. എന്നാൽ ഓൺലൈൻ ലേണിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് രണ്ടാമതും പുതിയൊരു ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു അടുത്ത ഓരോരോ മീൻസ് നമ്മളൊരു മീൻസ് പ്രീ സെറ്റ് ചെയ്ത് വെച്ച ഓരോരോ ടൈം ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യുന്നുണ്ട് ഡാറ്റ ഇൻസ്റ്റൻസസ് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിലപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ യൂസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പുതിയ മീൻസ് മോഡൽ ഏതൊക്കെ രീതിയിലാണോ പുതിയതായിട്ട് ട്രെയിൻ ചെയ്തത് അല്ലെങ്കിൽ പുതിയതായിട്ട് പ്രഡിക്ഷൻ ചെയ്തത് അല്ലെങ്കിൽ പുതിയതായിട്ട് റൺ ചെയ്തത് ചിലപ്പോൾ ആ ഡാറ്റ സെറ്റ് ആവാം, അല്ലെങ്കിൽ പുതിയ സിനാരിയോസ് ഓഫ് ദ ഡാറ്റ സെറ്റ് ആവാം അല്ലേ. അങ്ങനെ പല ഡാറ്റ സെറ്റും ആയിട്ട് ഇൻസ്റ്റൻസ് ആയിട്ട് നമ്മൾ മെഷീൻ നമ്മളെ മോഡലിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ മോഡൽ അറ്റ് എ ടൈമിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രഡിക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലേ, അതായത് പുതിയ ഓരോ അൺസീൻ ഡാറ്റേന്റെ മേലും അവർ എന്ത് ചെയ്തു പ്രഡിക്റ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ അവർ മോഡൽ റൺ ചെയ്യുന്നുണ്ട്. രണ്ടാമത് ലേണിംഗ് പ്ലസ് ലേണിംഗ് പാടും ഈ ഒരു ഓൺലൈൻ ലേണിംഗ് മെത്തേഡിൽ ഇവർ ചെയ്യുന്നുണ്ട്. അതായത് ഓൺലൈൻ ലേണിംഗ് മെത്തേഡിൽ ചെയ്യുന്നുണ്ട് അല്ലെ. അതിപ്പം നമുക്ക് യൂസ് ചെയ്യുന്നത് പല കേസസ് വരുമ്പോൾ നമ്മളെ എന്താ പറയുക ട്രെൻഡൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ. അതായത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിംഗ് പ്രഡിക്ഷനിലൊക്കെ മോഡലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ ലേണിംഗ് മോഡലാണ് അല്ലെ. അതാകുമ്പോൾ എന്താ അത് ട്രെൻഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും അല്ലെ. ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ഇതാക്കേണ്ടത് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, One's important parameter of online learning is the system is how fast they should adapt to changing the data. അതായത് നമ്മൾ പുതിയ ഡാറ്റ സെറ്റ് കൊടുക്കും തോറും പഴയ ഡാറ്റ അവിടെ ഇഗ്നോർ ചെയ്യപ്പെടണോ അല്ലെങ്കിൽ പഴയ ഡാറ്റ ഫുള്ള് മീൻസ് മറന്നു കളയണോ എന്നുള്ളതൊരു വെച്ചിട്ട് ലേണിംഗ് റേറ്റ് എന്നൊരു എന്താ പറയുക കീ ഫാക്ടർ ഉണ്ട്. അതായത് ദിസ് ഈസ് കോൾഡ് ലേണിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് എത്രത്തോളം പ്രീവിയസ് ഡാറ്റേന്റെ ഇൻസൈറ്റ്സ് മറക്കണം അല്ലെങ്കിൽ എത്രത്തോളം പ്രീവിയസ് ഡാറ്റേന്റെ ഇൻഫ്ലുവൻസ് ഈ ഒരു പുതിയ ഡാറ്റത്തിന്റെ മേലെ നൽകണം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റേറ്റിംഗ് കണ്ടീഷനാണ് ലേണിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വളരെ അധികമാവാനും പാടില്ല അതൊരു വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഇൻസ്റ്റൻസ് ബേസ്ഡ് വേഴ്സസ് അതായത് മോഡൽ ബേസ്ഡ്, അതായത് ഇൻസ്റ്റൻസ് ബേസ്ഡ് മോഡൽ ആൻഡ് മോഡൽ ബേസ്ഡ് ലേണിംഗ്. അതായത് വേറെ ഒന്നുമല്ല, മെഷീൻ ലേണിംഗ് മോഡൽസ് to make accurate prediction or decision on the data the model has not seen before using what it is learned from the training data. അതായത് ജനറലൈസിങ്, അതായത് വേറെ ഒന്നുമല്ല, അതായത് നമ്മൾ ഒരു മോഡൽ ക്രിയേഷൻ ചെയ്ത് അതായത് മോഡൽ ഡിപ്ലോയ് ചെയ്ത് മോഡൽ ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ രീതിയിലാണോ മെഷീൻ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം അല്ലെ. അതായത് ഒരു പുതിയ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പുതിയ അൺസീൻ ഡാറ്റ മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് വരുമ്പോൾ ഈ ഒരു മോഡൽ ഏത് തരത്തിലാണോ അതിനായിട്ട് റിയാക്ട് ചെയ്യേണ്ടത് അല്ലെ, അതായത് ഓൾറെഡി നമ്മളെ ഡാറ്റ സെറ്റ് ലേൺ ചെയ്തിട്ട് ഈ ഒരു ഇതിന്റെ മേലുള്ള പ്രഡിക്ഷൻ ചെയ്യണോ, അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ ഏത് ഗ്രൂപ്പിലേക്ക് മാറ്റണോ, ഇതിനൊക്കെ വെച്ചിട്ടാണ് ഇൻസ്റ്റൻസ് ബേസ്ഡ് വേഴ്സസ് ഇൻസ്റ്റൻസ് ബേസ്ഡ് മെഷീൻ മോഡലും പിന്നെ എന്താ പറയുക, ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തൊരു ഹെഡിങ് ആയതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ തന്നെ വേഴ്സസ് എന്ന് കൊടുത്തത്. അതായത് നമ്മൾ രണ്ടും ഡിഫറൻസ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗിൽ വരുന്നത് ദിസ് സിസ്റ്റം മെമ്മറൈസ് ദ ട്രെയിനിങ് ഡാറ്റ ആൻഡ് ജനറലൈസ് ദ ന്യൂ ഡാറ്റ ബൈ കമ്പയറിങ് ഇറ്റ് ടു സ്റ്റോർഡ് ഇൻസ്റ്റൻസസ്. അതായത് നമ്മൾ എന്താ പറയുക, ഇത് ഓക്കെ, ലേണിംഗ് എന്ന് പറയുമ്പം രണ്ട് തരം വരിക അല്ലേ. അതായത് ലേണിംഗ് എന്ന് പറയുന്നതിന് നമ്മൾ അല്ലേ, അതായത് ലേണിംഗ് എന്നൊരു കൺസെപ്റ്റിന് ഒന്ന് മെമ്മറൈസിങ് എന്നുള്ള അർത്ഥം വരുന്നുണ്ട് അല്ലെ. രണ്ട് ഇത് വരുന്നത് മെമ്മറൈസിങ് അല്ലെ, നമ്മൾ പഠിച്ച കാര്യം ഓർമ്മയാക്കി വെക്കുക അല്ലെ. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്താണോ മെഷീൻ ലേണിംഗ് മോഡലിൽ, അതായത് മെഷീനിൽ ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഡാറ്റ സെറ്റ്, ഈ ഡാറ്റ ജനറലൈസ് ചെയ്ത് മെമ്മർ ചെയ്ത് വെക്കുക അല്ലെ. ആ ഡാറ്റന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മെമ്മർ ചെയ്ത് വെച്ചിട്ട് പുതിയൊരു ഡാറ്റ സെറ്റ് വരിക അല്ലെ, പുതിയൊരു ഇൻസ്റ്റൻസ് വരുമ്പോൾ അത് ഏത് കാറ്റഗറിയിലേക്കാണോ മാറ്റേണ്ടത് അതിന് തരംതിരിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, അതായത് ഇൻസ്റ്റൻസ് ബേസ്ഡ് പറയുക അല്ലെ. അത് വരുമ്പോഴാണ് അത് ചിന്തിക്കുക. അതായത് ദി സിസ്റ്റംസ് മെമ്മറൈസ് ദ ട്രെയിനിങ് ഡാറ്റ ആൻഡ് ജനറലൈസ് ടു ന്യൂ ഡാറ്റ ബൈ കമ്പയറിംഗ് ഇറ്റ് ടു സ്റ്റോർഡ് ഇൻസ്റ്റൻസ്. ദേ ഡു നോട്ട് ക്രിയേറ്റ് ആൻ ഒബ്സ്ട്രാക്ട് മോഡൽ ബട്ട് ഇൻസ്റ്റഡ് യൂസ് സ്പെസിഫിക് ഇൻസ്റ്റൻസസ് ടു മേക്ക് പ്രഡിക്ഷൻസ് അല്ലെ. അതായത് എന്താ പറയാ, ഒരു മോഡൽ ഒരു പുതിയൊരു അൺസീൻ ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ ഒരു അൺസീൻ യൂസ് കേസ് വരുമ്പോൾ ഏതൊരു എന്താ പറയുക, നമ്മൾ ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ച അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ലേൺ ചെയ്യുമ്പോൾ പഠിച്ച ഡാറ്റ സെറ്റിന്റെ ഏതൊരു ഭാഗത്തേക്കാണോ അത് നീങ്ങേണ്ടത്, അതായത് എന്താ പറയുക, ഒരു ഗ്രൂപ്പിങ്ങും മീൻസ് ഏത് കേസിലോട്ടാണോ, അത് നമ്മൾ ട്രെയിൻഡ് ഡാറ്റ സെറ്റിൽ ഏതൊരു കേസിലേക്കാണോ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് മാച്ച് ആവുന്നത് അല്ലെ, ഏതൊരു ഇതിലേക്കാണോ അത് മാച്ച് ആവുന്നത് ആ ഇതിലേക്ക് മൂവ് ചെയ്യുക. ജസ്റ്റ് ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ ദീസ് സിസ്റ്റംസ് മെമ്മറൈസ് ദ ട്രെയിനിങ് ഡാറ്റ ആൻഡ് ജനറലൈസ് ടു ന്യൂ ഡാറ്റ ബൈ കമ്പയറിംഗ് ഇറ്റ് ടു സ്റ്റോർഡ് ഇൻസ്റ്റൻസ്. ദേ ഡു നോട്ട് ക്രിയേറ്റ് ആൻ അബ്സ്ട്രാക്ട് മോഡൽ ബട്ട്, അതായത് അങ്ങനെയൊന്നല്ല. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സോറി അല്ലേ, ഇതിപ്പോൾ ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിങ്ങിൽ ഇപ്പം നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ IQ അല്ലെങ്കിൽ പിന്നെ CGPA ഇത് രണ്ടും വെച്ചിട്ട് ഒരു മോഡൽ ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ മോഡൽ ട്രെയിൻ ചെയ്ത് അവിടെ നമ്മൾ ഇൻസ്റ്റൻസ് ബേസ്ഡ് അൽഗോരിതമാണ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന അൽഗോരിതം നമ്മൾ യൂസ് ചെയ്ത് വെച്ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ അവൻ്റെ CGPA അല്ലേ. അപ്പം ഓക്കെ ഇപ്പോൾ ഈ ഒരു സോറി ഓക്കെ ഈ ഒരു ഗ്രാഫിൽ അല്ലെ, ഇതേക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ, ഓക്കെ. അപ്പോൾ ഒരു പുതിയൊരു അൺസീൻ ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ വരികയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുക, അതായത് ഇതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റുഡൻസ് ഏതാണോ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇതിനെ തിരിക്കുക ചെയ്യുക അല്ലേ. അതായത് എന്താ പറയാ, ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഒരു എന്താ പറയാ, ഒരു പുതിയൊരു ഡാറ്റ സെറ്റ് വരുമ്പോൾ ഈ ഒരു ഡാറ്റ സെറ്റ് ഏത് എന്താ പറയാ അടുത്തുള്ള ഏത് ഡാറ്റ യൂണിറ്റിനോട് അല്ലെങ്കിൽ ഡാറ്റ സാമ്പിളിനോടാണോ യോജിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സിമിലർ ആയിരിക്കുന്നത് അതിലേക്ക് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം അതിന് വരുന്നത് കെ നിയറസ്റ്റ് നൈബേഴ്സ് എന്നൊരു അൽഗോരിതമാണ് ഈ ഒരു ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിങ്ങിന് യൂസ് ചെയ്തിട്ട് വരുന്നത്. അതായത് കെ മീൻസ് നൈബേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ കറക്റ്റ് മനസ്സിലാവുന്നത്. അതായത് ക്ലസ്റ്ററിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ കേസ് ബേസ്ഡ് റീസണിങ്, അതായത് അത് അടുത്തൊരു എന്താ പറയുക ഡിസിഷൻ മേക്കിങ്ങിന് അല്ല ഒരു അബ്സ്ട്രാക്റ്റിംഗ് എന്താ പറയുക അബ്സ്ട്രാക്റ്റിംഗ് ഫംഗ്ഷനാണ്. അത് എന്താ നമുക്ക് അടുത്ത മീൻസ് കുറച്ചും പാടി കഴിയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് മോഡൽ ബേസ്ഡ് ലേണിംഗ്. ഓക്കെ, അതിന് മുന്നേ ഈ ഒരു ബാച്ച് അതായത് ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിങ്ങിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്, അതായത് കുറച്ച്
ക്യാരക്ടറിസ്റ്റിക് പറയാം ലേസി ലേണിംഗ്. അതായത് എന്താ പറയുക, ഈ ഒരു മോഡൽ ഒരിക്കലും ഈ ഒരു മോഡൽ എന്താ പറയുക, ഒരു പുതിയൊരു സാധനം വരുമ്പോഴേക്ക് ലേൺ ചെയ്യാൻ തുടങ്ങുക അല്ലെ, ഓൾറെഡി ലേൺ ചെയ്ത് വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ലേസി ലേണിംഗ് എന്ന് പറയുന്നത്, ലേണർ എന്ന് പറയുന്നുണ്ട്. റിക്വയർ സ്റ്റോറിങ് ദ ട്രെയിനിങ് ഡാറ്റ അല്ലെ, നമ്മൾ ട്രെയിനിങ് ഡാറ്റ എപ്പോഴും ഇതിൽ നമ്മളെ മോഡലിൽ സ്റ്റോർ ചെയ്യപ്പെടണം. അല്ലെങ്കിൽ അതല്ലേ പുതിയൊരു ഡാറ്റ വരുമ്പോൾ ഇതായിട്ട് കമ്പയർ ആണെങ്കിൽ ഓൾറെഡി സ്റ്റോർ ചെയ്യപ്പെടണം. പിന്നെ കമ്പ്യൂട്ടേഷണലി എക്സ്പെൻസ് അറ്റ് പ്രഡിക്ഷൻ ടൈം അല്ലെ, ഇത് പ്രഡിക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ ഇത് ഒരു മോഡൽ പ്രഡിക്ഷൻ, ഒരു മോഡൽ ഒരു ഡാറ്റ വരുമ്പോഴാണ് ഇത് പ്രഡിക്ഷൻ ടൈം തുടങ്ങുക അല്ലേ. ഈ ഒരു ടൈമിൽ ഇവൻ്റെ എല്ലാ ഒരു GPU മീൻസ് എന്താ പറയുക, എല്ലാ ഇതും റൺ ആവുന്നുണ്ട്, മീൻസ് അറ്റ് എ ടൈമിലെല്ലാം പ്രഡിക്ഷൻ തുടങ്ങുക. അപ്പം ഈ ഒരു മീൻസ് കമ്പ്യൂട്ടേഷണൽ ചാർജ് ഭയങ്കര കൂടുതലായിരിക്കും. രണ്ടാമത് വരുന്നത് ഗുഡ് ഫോർ സ്മോൾ ടു മീഡിയം സൈസ്ഡ് ഡാറ്റ സെറ്റ്. അതായത് നമുക്ക് മീൻസ് ഗ്രൂപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് അത് നമുക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് നമുക്ക് ഒന്നുപാടി കമ്പയർ ചെയ്യുക അടുത്ത പാരാമീറ്റർ അല്ലെ, അടുത്ത ടൈപ്പ് മീൻസ് ടൈപ്പ് എന്താണെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക. അതായത് വേറെ ഒന്നുമില്ല, മോഡൽ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചത്, അതായത് അത് എന്താ പറയുക, ഒരു ഗ്രൂപ്പിംഗ് ചെയ്യാണ്ട് ഗ്രൂപ്പിംഗ് ചെയ്യാണ്ട് ഇവരെന്ത് ചെയ്യുക, അതായത് ഓക്കെ മീൻറ്റ് ഇവിടെ IQ, ഇവിടെ CGPA അല്ലേ. മോഡൽ ബേസ്ഡ് ലേണിംഗ് എന്താ ചെയ്യുക വെച്ചാൽ, ഈ ഒരു ഡാറ്റ സെറ്റ് നല്ലോണം അനലൈസ് ചെയ്ത് പഠിച്ചിങ്ങാണ്ട് ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ആ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ വിച്ച് വിൽ ജനറലൈസ് അല്ലെ. അതായത് നമ്മൾ ലേണിംഗിൽ നേരത്തെ പറഞ്ഞ് ഒന്ന് മെമ്മറൈസിങ് ആണ് ഇവിടെ പറഞ്ഞത്, രണ്ടാമത്തത് ഇവിടെ പറഞ്ഞ ജനറലൈസിങ്. ഓക്കെ, അതായത് ഒരു ജനറലൈസ് ചെയ്യും. അതായത് എന്താ പറയുക, രണ്ടാമത്തത് അതായത് ജനറലൈസ് ചെയ്യും. അതായത് ഒരു പുതിയ ഡാറ്റ സെറ്റ് വരുമ്പോൾ നമ്മൾ പ്രീവിയസ്ലി എന്താ പറയുക ട്രെയിനിൻ്റെ ഡാറ്റ സെറ്റിനെല്ലാം അത് ഡിപ്പെൻഡ് ചെയ്യുക. അതായത് നമ്മൾ ആ ട്രെയിൻ ഡാറ്റ സെറ്റ് ചെയ്ത് വേണ്ടി ഏതൊക്കെ ഡാറ്റ പോയിന്റ്സ് ആണോ എവിടേക്കാണോ വരുന്നത് ഒരു എന്താ പറയുക മാത്തമാറ്റിക്കൽ പാറ്റേൺ ഒക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ട് ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷനാണ് മോഡൽ എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ഫംഗ്ഷന്റെ മേലെ പുതിയൊരു ഡാറ്റന്റെ വാല്യൂ അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെ. അപ്പോൾ ഈ അതായത് these systems build an abstract model of the data during the training phase and then use that model to make predictions on new data. They infer a function or decision boundary from the data and generalize from the data from that. അതായത് ഡാറ്റയിൽ നിന്ന് ഒരു ഡിസിഷൻ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പുതിയ വന്ന ഡാറ്റ ഏതൊരു കാറ്റഗറി അല്ലെങ്കിൽ ഏതൊരു ഇതിലേക്കാണോ വരുന്നത് ആ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക അല്ലെ. അതിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് ലീനിയർ റിഗ്രഷൻ മോഡൽ, ഡിസിഷൻ ട്രീ, SVM. ഇത് നമ്മളെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡലിന്റെ ഒരു എന്താ പറയാ വേറെ ടൈപ്പ് അല്ലെങ്കിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡലൊക്കെ ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ്. ഓക്കെ, അതിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മോഡൽ ബേസ്ഡ് വരും ഈഗർ ലേണിംഗ്. അതായത് ലേൺ ചെയ്യാൻ ഭയങ്കര ഈഗർ ആയിരിക്കും അല്ല, മീൻസ് നല്ലോണം മീൻസ് മെഷീൻ നമ്മൾ ലേൺ ചെയ്യപ്പെടും. പിന്നെ ജനറലി ഫാസ്റ്റർ അറ്റ് പ്രൊഡിക്ഷൻ ടൈം അല്ലേ, അതായത് ഭയങ്കര സ്പീഡിലായിരിക്കും പ്രൊഡക്ഷൻ ടൈമിൽ. അത് കാരണം അതായത് ഓൾറെഡി ട്രെയിൻ വെച്ച മോഡൽ ഒരു ചെറിയ ഫംഗ്ഷനിലേക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ പുതിയ ഡാറ്റ സെറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ, ഡാറ്റ സെറ്റിൻ്റെ അകത്തേക്കല്ല. പിന്നെ ഓപ്പൺ റിക്വസ്റ്റ് മോർ ട്രെയിനിങ് ടൈം ആൻഡ് ക്യാൻ ഇൻവോൾവ് ട്യൂണിങ് ഹൈപ്പർ പാരാമീറ്റേഴ്സ്. അതായത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. അതായത് ഓരോ ഡാറ്റ സെറ്റിലെ ഓരോ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണോ നമ്മളെ മോഡലിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഓരോ മെഷീൻ്റെ ഒരു പുതിയ ഡാറ്റ സെറ്റിന്റെ ഫീച്ചർ എഫക്റ്റ് ചെയ്യുന്നത്, അതൊക്കെയാണ് പാരാമീറ്റർ ട്യൂണിങ് എന്ന് പറയുന്നത് അല്ലേ. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് മീൻസ് പഠിക്കുമ്പോൾ കുറച്ചും ടേംസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പാരാമീറ്റേഴ്സ് എന്ന്. പിന്നെ ചലഞ്ചസ്, അടുത്ത ടോപ്പിക് ഇത് ചലഞ്ചസ് ഇൻ ദ മെഷീൻ ലേണിംഗ്. ഇത് മെഷീൻ ലേണിംഗിന്റെ ചലഞ്ച് അല്ലെ, മെഷീൻ ലേണിംഗ് അപ്രോച്ച് എന്താണെന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി മെഷീൻ ലേണിംഗിന്റെ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെയിൻ ടാസ്ക് ഇൻ മെഷീൻ ലേണിംഗ് ഈസ് ടു സെലക്ട് എ ലേണിംഗ് അൽഗോരിതം ആൻഡ് ട്രെയിൻ ഇൻ സം ഡാറ്റ അല്ലേ. അതായത് നമ്മൾ കണ്ടു തുടങ്ങിയതൊക്കെ ലീനിയർ റിഗ്രഷൻ അല്ലെങ്കിൽ ഡിസിഷൻ ട്രീ ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക KNN ക്ലസ്റ്ററിങ് ആണോ, അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണോ, അല്ലെങ്കിൽ ഏതൊക്കെയാണോ നമുക്ക് ഒരു ഡാറ്റൻ്റെ മേലെ ഏത് എന്താ പറയുക അൽഗോരിതം അല്ലെങ്കിൽ ഏതൊരു മോഡലാണോ വൃത്തിക്ക് മീൻസ് നീറ്റ് ആയിട്ട് അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ട് ലേൺ ചെയ്യുക
എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ഒരു മോഡൽ ക്രിയേഷൻ ആണ് നമ്മുടെ മെഷീൻ ലേണിങ്ങിന്റെ ഗോൾ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു ഡാറ്റാനെ എത്രത്തോളം നന്നായിട്ട് ഏത് മോഡലാണോ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ലേണിംഗ് അൽഗോരിതം കണ്ടെത്തലാണ് മെഷീൻ ലേണിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ നമുക്ക് ആകെ വരുന്ന ഏറ്റവും വലിയ രണ്ട് എന്താ പറയാ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ബാഡ് മോഡൽ അല്ലെങ്കിൽ ബാഡ് ഡാറ്റ അല്ലേ. അതായത് ബാഡ് ഡാറ്റ അല്ലെങ്കിൽ ബാഡ് അൽഗോരിതം. അതായത് നമ്മളിപ്പം ഈ ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് KNN ക്ലസ്റ്ററിംഗ് എന്ന മോഡൽ എന്ന അൽഗോരിതം യൂസ് ചെയ്താൽ അതൊരു ബാഡ് അൽഗോരിതം സെലക്ഷൻ ആവും അല്ലേ. പിന്നെ വരുന്നത് ബാഡ് ഡാറ്റയാണ്. ഇതൊക്കെ വെച്ചിങ്ങാണ്ട് മെഷീൻ ലേണിംഗ് ചലഞ്ചസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ഇൻസഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ട്രെയിനിങ് ഡാറ്റ. അതായത് നമുക്ക് ഡാറ്റയിൽ നിന്നാണ് മെഷീൻ ലേണിംഗ് മോഡൽ ലേൺ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇൻസഫിഷ്യന്റ് ക്വാണ്ടിറ്റി നമുക്ക് നമ്മളെ ഡാറ്റനെ, അതായത് നമ്മളെ ഒരു എന്താ പറയുക നമ്മളെ പ്രോബ്ലത്തിന് അല്ലെങ്കിൽ നമ്മൾ ഏതാണോ നമ്മൾ സബ്ജക്ട് സ്റ്റഡി ആ സബ്ജക്ട് സ്റ്റഡീനെ റെപ്രസെന്റ് ചെയ്യാൻ മാത്രമല്ല ഈ ഡാറ്റന്റെ അവൈലബിലിറ്റി ഇല്ല അല്ലേ. അതായത് ദ മെഷീൻ ലേണിംഗ് മോഡൽസ് നീഡ് ലാർജ് അമൗണ്ട്സ് ഓഫ് ഡാറ്റ ടു ലേൺ മോർ എഫക്റ്റീവ്ലി അല്ലേ. അതായത് എന്താ പറയുക നമുക്ക് പ്രോബ്ലം എന്താണോ അല്ലെങ്കിൽ എന്താണെന്നും ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമുള്ള ഡാറ്റ സെറ്റ് ഇല്ല അല്ലേ. അതായത് ഡാറ്റ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചലഞ്ച്, അതായത് ആ ഒരു ഇത് വരുന്നത് ഇൻസഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ട്രെയിനിങ് ഡാറ്റ. അത് ഒന്നാമത്തെ ചലഞ്ചാണ് അത് അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു മോഡൽ നല്ലോണം ലേൺ ചെയ്യണമെങ്കിൽ അത്യാവശ്യം അതായത് ഈ പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് ഓഫ് സ്റ്റഡി എന്താണെന്ന് മോഡലിൽ മനസ്സിലാവുന്ന അത്രയ്ക്ക് ഒരു ലാർജ് ഡാറ്റ സെറ്റ് വേണ്ടി വരും. രണ്ടാമത് നോൺ റെപ്രസെന്റേറ്റീവ് ട്രെയിനിങ് ഡാറ്റ. അതായത് in order to generalize well, it is crucial that our training data to representative of the new cases we want to generalize to അല്ലേ. അതായത് ഒരു ഡാറ്റനെ നമ്മൾ ഫീഡ് ചെയ്ത ഡാറ്റ സെറ്റ് ഈ ഒരു ഡാറ്റ സെറ്റിനെ എന്താ പറയുക റെപ്രസെന്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് പുതിയ ഡാറ്റ സെറ്റിന്റെ മേലെ in order to generalize well, it is crucial that our training data be representative of the new cases we want to generalize to. അതായത് ഇപ്പോൾ പുതിയൊരു കേസ് വരികയാണ്. അതായത് എനിക്ക് എൻ്റെ മെഷീൻ ലേണിംഗ് മോഡൽ ഞാൻ ഒരു പുതിയ ഒരു കേസിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന ഡാറ്റ സെറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഡാറ്റേനെ ഈ ഒരു പ്രീവിയസ് ഡാറ്റ നമ്മൾ ഏതൊരു കാര്യത്തിനാണോ മെഷീൻ ലേണിംഗ് മോഡൽ ട്രെയിൻ ചെയ്തത് ആ ഒരു ട്രെയിനിങ്ങിന് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവണം. അതായത് ഞാനിപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക വെതർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത മോഡലിനെ കൊണ്ടുപോയിട്ട് നമ്മൾ വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ IQ പ്രെഡിക്റ്റ് ചെയ്യാൻ കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല. അതായത് അത് റെപ്രസെൻറ്റേഷൻ അല്ല അല്ലേ. അതായത് IQൻ്റെ ഡാറ്റ സെറ്റ് വേറെയാണ് അല്ലേ. അതൊരു ജസ്റ്റ് ഒരു ബേസ് എക്സാമ്പിൾ ആണ് വരുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ വേറെ ഇതിപ്പോൾ ഒരു വെതർ പ്രഡിക്ഷൻ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു വെതർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഞാനിപ്പോൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് അതായത് വിന്ററിലെ ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മോഡൽ ട്രെയിൻ ചെയ്തത് അല്ലേ. എന്നാൽ സമ്മറിലെ ഡാറ്റ സെറ്റിൽ ഞാൻ കൊണ്ടിട്ട് മോഡൽ ട്രെയിൻ ചെയ്യുമ്പോൾ എനിക്കൊരിക്കലും എന്താ പറയുക ഒരു അക്യുറേറ്റ് ആയിട്ട് ഒരു പ്രഡിക്ഷൻ ചെയ്യാൻ കഴിയത്തില്ല അല്ലേ. അതായത് ഈ മോഡൽ ആകെ കണ്ടത് വിന്ററിൽ ഉള്ള ഡാറ്റ സെറ്റ് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക പുതിയൊരു സമ്മറിലത്തെ വെതർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറയുമ്പോൾ കുറച്ചുപാട് കോൾഡർ ഇതായിരിക്കും മോഡൽ റെപ്രസെന്റ് ചെയ്യുക അല്ലേ. അതിന് നമ്മൾ എന്ത് പറയും അത് ഒരു ഡിഫക്റ്റ് ആണ് അല്ല, ഒരു ചലഞ്ചസ് ആണ്. പിന്നെ വരുന്നത് അതായത് ഓക്കെ അടുത്തത് വരുന്നത് പുവർ ക്വാളിറ്റി ഡാറ്റ. അതായത് ഇഫ് അവർ ട്രെയിനിങ് ഡാറ്റ ഈസ് ഫുൾ ഓഫ് എറേഴ്സ് ഔട്ട്ലയേഴ്സ് ആൻഡ് നോയ്സസ് എക്സാമ്പിൾ ഡ്യൂ ടു പുവർ ക്വാളിറ്റി മെഷർമെന്റ്. ഓക്കെ, നമ്മൾ ഡാറ്റന്റെ ക്വാളിറ്റി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മെഷീൻ ലേണിംഗ് കപ്പാസിറ്റി വളരെ അധികം കുറയും അല്ലേ. അതായത് മെഷീൻ ലേണിംഗ് മോഡൽ പ്യൂർലി ഡിപ്പെൻഡന്റ് അപ്പോൺ ഡാറ്റ അല്ലേ. അപ്പം it will make it harder for the system to detect underlying patterns, so our system is less likely to perform well അല്ലേ. അതായത് നമ്മളെ ഡാറ്റ സെറ്റിൽ ഔട്ട്ലയർ അല്ലെങ്കിൽ നോയ്സ് അല്ലേ. അതായത് ഇപ്പം നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഇപ്പം ടൂൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെക്നിക്സ് ആയിക്കോട്ടെ അത് മീൻസ് വളരെ നല്ല ക്വാളിറ്റി അല്ലാത്ത മീൻസ് ഒരു ബാഡ് അതായത് നമ്മൾ യൂസ് ചെയ്ത എല്ലാ ടെക്നിക്സും നമുക്ക് നല്ലൊരു ഔട്ടല്ല, അതായത് നല്ലൊരു ഡാറ്റ സെറ്റ് അല്ല തന്നതെന്നുണ്ടെങ്കിൽ മെഷീൻ ലേണിങ്ങിന് എന്താ പ്രശ്നം ഡിറ്റക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതായത് നമ്മളെ പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് മെഷീൻ ലേണിങ്ങിന് ലഭിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് നമ്മൾ എന്താ പറയുക അതൊരു മെഷീൻ ലേണിംഗ് ചലഞ്ചസ് ആണ്. അത് ഔട്ട്കം ചെയ്യാൻ വേണ്ടിയിട്ട് പല ഔട്ട്ലെയർ ഡിറ്റക്ഷൻ, അതായത് മെഷീൻ ലേണിംഗ് മീൻസ് നമ്മുടെ ഡാറ്റ കിടക്കുന്ന ഔട്ട്ലെയേഴ്സ് ഏതാണ് അതൊക്കെ
മീൻസ് റിമൂവ് ചെയ്ത് സോൾവ് ചെയ്ത് കണ്ട് ഒന്നും പാടെ ട്രെയിൻ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ ഇറലവൻറ്റ് ഫീച്ചേഴ്സ്, അതായത് അവർ system will only capable of learning if the training data contains enough relevant features and too many irrelevant ones അല്ലേ. അതായത് നമ്മളെ മെഷീൻ ലേണിങ്ങിന് നമ്മൾ എന്തിൻ്റെ കുറിച്ചാണോ നമ്മൾ സബ്ജക്ട് ഓഫ് ദി സ്റ്റഡി ആ സബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന റെലവൻറ്റ് ഫീച്ചേഴ്സ് വേണം അല്ലേ. അതിപ്പോൾ വെതറിൻ്റെതാണെന്നുണ്ടെങ്കിൽ വെതറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും ഹ്യൂമിഡിറ്റി ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ അല്ലേ. എന്നാൽ ഇറലവൻറ്റ് അതായത് മീൻസ് ഒരു റെലവൻസി ഇല്ലാത്ത ഡാറ്റ സെറ്റ് കുറെ അധികം ഉണ്ടായാലും തീരെ ഉണ്ടാവാനും പറ്റത്തില്ല അല്ലേ. അപ്പം നമ്മൾ ഏതൊരു കാര്യത്തിനാണോ റെപ്രസെന്റ് ഏതൊരു കാര്യത്തിനാണോ നമ്മൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതൊരു നമ്മൾ പ്രോബ്ലം ആ പ്രോബ്ലം റെപ്രസെന്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് മാത്രമേ വരണം അല്ലേ. ഇതിന് ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്നൊരു ഒരു എന്താ പറയുക മെഷീൻ ലേണിംഗിന്റെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫീഡ് ചെയ്യുന്ന ഡാറ്റ സെറ്റിന്റെ ഫീച്ചേഴ്സിനെ മീൻസ് സെലക്ട് ചെയ്യുന്നതും ഫീച്ചേഴ്സിനെ എന്താ പറയുക ഡാറ്റ സെറ്റിന്റെ ഫീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫീച്ചർ എഞ്ചിനീയറിംഗ് ടെക്നിക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഈ ചലഞ്ചസിന് ഔട്ട്കം ചെയ്യാനുള്ള ഒരു എന്താ പറയുക റെമഡി ആയിട്ടാണ്. പിന്നെ വരുന്നത് ഓവർ ഫിറ്റിംഗ് ഓഫ് ദി ട്രെയിനിങ് ഡാറ്റ. അതായത് നമ്മൾ ട്രെയിനിങ് ഡാറ്റ ഒക്കെ ഓക്കെ ആണ്, ഇനി വരെ നമ്മൾ മോഡൽ ട്രെയിൻ ചെയ്ത് അതായത് മോഡലിനെ ട്രെയിൻ ചെയ്യുമ്പോൾ മോഡലിൻ്റെ ഓവർലി ഫിറ്റ് ആവുക ഡാറ്റയുടെ മേലെ. അതായത് ഒരു ചെറിയ ഒരു ഔട്ട്ലെയർ വരെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് അല്ലെ ഡാറ്റ സെറ്റിന്റെ എപ്പോഴും ഡാറ്റ സെറ്റ് എപ്പോഴും മീൻസ് എന്താ പറയുക മീൻസ് പല വേരിയൻസ് ഉണ്ടാവും അല്ലെ. ഈ വേരിയൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു മോഡലിലേക്ക് വരുമ്പോൾ ഓവർ ആയിട്ട് ലേൺ ചെയ്തതുകൊണ്ട് ഈ ഒരു മോഡലിനെ കറക്റ്റ് ലേൺ ചെയ്യാൻ ബുദ്ധിമുട്ടും അല്ലെ. ഇതിനാണ് നമ്മൾ ഓവർ ഫിറ്റിംഗ് എന്ന് പറയുക അല്ലെ. ദ മോഡൽ ലേൺസ് ദ ട്രെയിനിങ് ഡാറ്റ ടു വെൽ ഇൻക്ലൂഡിംഗ് നോയ്സി ആൻഡ് ഫെയിൽസ് ടു ജനറലൈസ് ദ ന്യൂ ഡാറ്റ അല്ലെ. അപ്പം ഇതിനൊരു ജനറലൈസേഷൻ കിട്ടത്തില്ല അല്ലെ. മീൻസ് എന്താ പറയുക ഒരു കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും മോഡൽ ഏത് കാറ്റഗറിയിലേക്ക് ഈ മോഡലിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും ഓവർ ഫിറ്റിംഗ് വരുമ്പോൾ. അടുത്തത് വരുന്നത് അണ്ടർ ഫിറ്റിംഗ് ഓഫ് ദ ട്രെയിനിങ് ഡാറ്റ. ദ മോഡൽ ഈസ് ടു സിമ്പിൾ ആൻഡ് ഫെയിൽസ് ടു ക്യാപ്ചർ ദ അണ്ടർലൈയിങ് പാറ്റേൺസ് ഇൻ ദ ഡാറ്റ അല്ലെ. ഇത് നമ്മളെ ഈ ഒരു ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിങ്ങും ഇത് നമ്മളെ ബാഡ് അൽഗോരിതത്തിൽ വരുന്ന ഒരു കേസാണ്. അതായത് എന്താ പറയുക അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ മോഡലിന് ഒരിക്കലും എന്താ ചെയ്യുക അതായത് നമ്മളെ ഡാറ്റേൻ്റെ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാതെ വരികയും എന്നിട്ട് പുതിയൊരു കേസിൽ വരുമ്പം മീൻസ് ഒരു റോങ് പ്രഡിക്ഷൻ തരും. അതാണ് അണ്ടർ ഫിറ്റിംഗ് എന്ന ചലഞ്ച് വരുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുക ഇനി അടുത്തതായിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് അടുത്ത മുതൽ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ കുറച്ച് ഇതായിരിക്കും. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറച്ച് മാത്തമാറ്റിക്കൽ അപ്രോച്ച് ചെയ്യിക്കും അല്ലേ. അതിൽ ഇനി നമ്മൾ കുറച്ച് അൽഗോരിതംസ് പഠിക്കുന്നുണ്ട് അല്ലേ. ഇതുവരെയാണ് ഇന്നത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തായാലും മനസ്സിലാവാത്ത ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.